ദൈവത്തിൻ്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്യ റമ്പാച്ചൻ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹം നിറഞ്ഞ ഏവരുമേ, സഭയുടെ 5 കാനൂനിക നോമ്പുകളിൽ വളരെയധികം പ്രാധാന്യത്തോടെ നാം ഏവരും നോക്കിക്കാണുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായ ഒരു നോമ്പിൻ്റെ സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ഈ 5 കാനൂനിക നോമ്പുകളിൽ വെച്ച് പഴയ നിയമവുമായി ബന്ധപ്പെട്ട് അനുഷ്ഠിക്കപ്പെടുന്നതായ ഒരു നോമ്പ് ഈ 3 നോമ്പാണ്. മറ്റ് 4 നോമ്പുകളും പുതിയ നിയമത്തിൻ്റെതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്. പഴയ നിയമത്തിലെ യോനാ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ ക്രൈസ്തവ സഭ നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ പിന്നിൽ പുതിയ നിയമത്തിലെ സംഭവം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സഭ ഈ നോമ്പ് വളരെ പ്രാധാന്യത്തോടു തന്നെ കാണുന്നത്. നമ്മുടെ കർത്താവ് തന്നെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ, യോനാ പ്രവാചകൻ മത്സ്യത്തിൻ്റെ ഉള്ളിൽ 3 ദിവസമായിരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ ആയിരിക്കും എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞതായ വചനം യോനയുടെ ജീവിതത്തിൽ സംഭവിച്ചത് പിന്നീട് സംഭവിപ്പാനിരിക്കുന്ന ഒരു വലിയ കാര്യത്തിൻ്റെ സൂചനയായിട്ടാണ് സഭ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്രകാരം നമ്മുടെ കർത്താവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം എന്നുള്ള നിലയിൽ ഈ പഴയ നിയമ സംഭവത്തെ പുതിയ നിയമവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നോമ്പനുഷ്ഠിക്കുകയാണ്. നിനിവേ എന്ന് പറയുന്ന ഇന്ന് ഇറാഖിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു വലിയ പട്ടണത്തിന് ഉണ്ടാകുവാനിരിക്കുന്ന വലിയ അനർത്ഥം, ഒരു ജനതയുടെ രാപ്പകലില്ലാത്ത പ്രാർത്ഥനയുടെ നോമ്പിൻ്റെ അനുഭവത്തിൽ അവർക്ക് ദൈവകോപം മാറിക്കിട്ടിയത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് യോനാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ. പ്രാർത്ഥനാ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ പോലും മാതാക്കൾ നിരോധിച്ചു എന്നാണ്. മാതാക്കളുടെ അടുക്കൽ മുലപ്പാലിന് വേണ്ടി യാചിച്ച കുഞ്ഞുങ്ങൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അതുക്കൾക്ക് മനസ്സിലായി അമ്മയിൽ നിന്ന് മുലപ്പാൽ ലഭിക്കുകയില്ല. മടിയിൽ കിടന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ അമ്മമാരോട് ചോദിച്ചു എന്ന് പ്രാർത്ഥനാ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എപ്പോഴാണ് മരണം സംഭവിക്കുക എന്ന്. മനുഷ്യര് മാത്രമല്ല ഉപവസിച്ചത്, നോമ്പനുഷ്ഠിച്ചത്. എല്ലാ മൃഗങ്ങളും നോമ്പനുഷ്ഠിച്ചതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. യോനാ പ്രവചനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ഇടം കൈയും വലം കൈയും തമ്മിൽ തിരിച്ചറിയാത്ത 1,20,000 ചിലുവാനും മനുഷ്യരും മൃഗങ്ങളുമുള്ള നിനിവ നഗരമെന്ന്. 1,20,000 ചിലുവാനും ആളുകൾ ഒരുപോലെ നോമ്പ് ഉപവാസത്തിലുമായിരിക്കുകയാണ്. അവിടെ ദാഹിച്ചും വിശന്നും കരയുന്ന മൃഗങ്ങൾക്ക് വെള്ളവും വൈക്കോലും നിരോധിച്ചു എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മുലപ്പാലിനു വേണ്ടി കരയുന്ന കുഞ്ഞുങ്ങളുടെ രോദനവും വെള്ളവും ഭക്ഷണവും കിട്ടാതെ അലറി വിളിക്കുന്നതായ മൃഗങ്ങളുടെ രോദനവും ഒരുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയെന്നാണ് പിതാക്കന്മാർ പറയുന്നത്. മൃഗങ്ങളുടെയും മനുഷ്യരുടെയും നിലവിളി സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നപ്പോൾ ദൈവം മനസ്സലിവുള്ളവനായി എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തിന്റെ മനസ്സലിവിനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നോഹയുടെ കാലത്ത് ജനത്തിന്റെ പാപനിമിത്തം അവരെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം ജലപ്രളയം വന്നു. എന്നാൽ മനുഷ്യരെല്ലാം ചത്തുപൊങ്ങി വെള്ളത്തിന്മീതെ കിടക്കുന്നത് കണ്ടപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ അനുതപിച്ചു. മനുഷ്യരോടുള്ള ശിക്ഷയുടെ കാര്യത്തിൽ ദൈവം
തീരുമാനങ്ങളിൽ മാറ്റമുള്ളവനാണ്. കാരണം അത്രമാത്രം ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നു. ഇവിടെ നിനിവേയുടെ മേൽ വരാനിരുന്ന വലിയ ശിക്ഷ, അത് ഈ ജനത്തിന്റെ പ്രാർത്ഥന, മൃഗങ്ങളുടെ നിശബ്ദമായ അല്ലെങ്കിൽ അവരുടെ ഭാഷയിലുള്ള നിലവിളി ദൈവത്തിന്റെ സന്നിധിയിലെത്തുന്നു. പ്രപഞ്ചം മുഴുവനും ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ കൂടിയിരിക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ കോപം നീങ്ങേണ്ടത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ മുഴുവന്. ഈ പ്രപഞ്ചം നിലനിൽക്കണം, വരും തലമുറയ്ക്ക് വേണ്ടി, ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള ചിന്തയുണ്ടാകണം. യോനയുടെ പുസ്തകത്തിൽ പ്രപഞ്ചം എപ്രകാരം ഈ യോനയുടെ ജീവിതത്തെ ബന്ധപ്പെട്ടിരുന്നു എന്ന് ഓർക്കണം. ഈ ഓരോ സൃഷ്ടിജാലങ്ങളും ഈ യോനയുടെ ജീവിതത്തിലെ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. യോന തെറ്റ് ചെയ്തവനാണ്. തെറ്റ് ചെയ്തവനെ കപ്പലിന്റെ ഉള്ളിൽ പുറത്തു കളയുവാൻ അവിടെ എഴുതിയിട്ടുണ്ട്. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം അവിടെ ഒരു കടലിൽ പെരുങ്കാറ്റ് അടുപ്പിച്ചു. ദൈവം ഉപയോഗിച്ചതാ കടലില്. അവിടെയാണ് കടൽ ക്ഷോഭിക്കുന്നതും കപ്പലിന്റെ ഉള്ളിൽ കിടന്ന യോന പുറത്താകുന്നതും. അവനെ പുറത്തു കളയുമ്പോൾ അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ദൈവം കൽപ്പിച്ചാക്കിയ ഒരു മത്സ്യം അവനെ വിഴുങ്ങി. അത് കഴിഞ്ഞു. ദൈവത്തിന്റെ കൽപ്പനപ്രകാരം യോനയെ മത്സ്യം കരയ്ക്ക് ഛർദ്ദിക്കുന്നുണ്ട്. ഛർദ്ദിച്ചു കഴിഞ്ഞു. നിനിവ നഗരത്തിലേക്ക് ഈ യോനാ പ്രവാചകൻ പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം ഒരു ആവണക്കിനെ അവിടെ കൽപ്പിച്ച് സൃഷ്ടിച്ചു. വീണ്ടും യോന അതിന്റെ തണലിലിരിക്കുവാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം ഒരു പുഴുവിനെ ആ ആവണക്കിൽ കൽപ്പിച്ച് ആക്കി. ആ ആവണക്ക് ഈ പുഴു ദൈവത്തിന്റെ കൽപ്പന പ്രകാരം തുരണ്ട തിന്നുവാൻ തുടങ്ങി. വീണ്ടും എഴുതിയിരിക്കുന്നു, ഈ ആവണക്ക് ഉണക്കുവാൻ തക്കവണ്ണം ദൈവം അത്യുഷ്ണമുള്ള ഒരു കാറ്റ് അടുപ്പിച്ചു. ആവണക്ക് ഉണങ്ങിപ്പോയി. ഇവിടെ കടലും മത്സ്യവും ആവണക്കും പുഴുവും കാറ്റുമൊക്കെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുകയാണ്. ദൈവത്തിന്റെ കോപം മനുഷ്യരുടെ മേൽ പ്രകൃതിയിൽ നിന്നും ഉണ്ടാകും. ഇന്നത്തെ കാലഘട്ടത്തിലും ഇതിനോട് തുല്യമായ പലതും നമുക്ക് ചിന്തിക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പ്രപഞ്ചത്തെ കൂടി നിശബ്ദമാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ധ്യാനിപ്പാൻ സാധിക്കണം. പ്രപഞ്ചം അത് നിശബ്ദമായിട്ട് നമ്മൾക്ക് മുമ്പിലുണ്ട്. സൃഷ്ടിജാലങ്ങളും ജീവജാലങ്ങളും ഒക്കെ നിശബ്ദമായി നമ്മളോട് കൂടി ഉപവസിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ഈ പ്രപഞ്ചത്തോടും പ്രകൃതിയോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒന്ന് പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ സാധിക്കണം. കാരണം 104-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവൻ കാറ്റിനെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കിയിരിക്കുന്നു. പ്രപഞ്ചം, സൃഷ്ടി, പ്രകൃതി ഇത് ദൈവത്തിന്റെ ശുശ്രൂഷകരാണ്. ആ ദൈവത്തിന്റെ ശുശ്രൂഷകരാകുന്ന പ്രകൃതി നമുക്ക് അനുകൂലമാണെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. യോനാ പ്രവാചകന്റെ പുസ്തകം സംഭവം അതിന് വലിയൊരു നിതാന്തമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഈ പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈ പ്രകൃതിയെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഉപവസിക്കും. കാരണം പൗരസ്ത്യ സഭയുടെ ആരാധനയെല്ലാം പ്രകൃതിയെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ്. നമ്മുടെ ആരാധന ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, വിരിക്കൂട്ടിൽ പലതരത്തിലുള്ള നിറങ്ങൾ അവിടെ ഉണ്ട്. പച്ച നിറമുണ്ട്, മഞ്ഞ നിറമുണ്ട്, ചുവപ്പ് നിറമുണ്ട്. പ്രകൃതിയെയും ഈ അണ്ടകടാഹത്തെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ടാണ് സഭ ബലിയർപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഉപവാസവും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ആയിരിക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യമുണ്ട്. ദൈവവചനം എങ്ങനെയായിരിക്കണം മനുഷ്യർ ശ്രവിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ദൈവവചനത്തെ മനുഷ്യൻ സ്വീകരിക്കേണ്ടതെന്നും യഹോവയായ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്.
പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം, 19-20 അധ്യായങ്ങൾ നമുക്കറിയാം. ദൈവത്തിന്റെ കൽപ്പന മോശയ്ക്ക് ലഭിക്കുന്നതായ സന്ദർഭമാണ്. അവിടെ യഹോവയായ ദൈവം ജനത്തോട് അരുളി ചെയ്യുന്നു, മോശ മുഖാന്തരം, നിങ്ങൾ ദൈവവചനം സ്വീകരിപ്പാൻ തക്കവണ്ണം ഒരുങ്ങുകയാണ്. അതുകൊണ്ട് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, ജനം വസ്ത്രം അലക്കി 3 ദിവസത്തേക്ക് ഒരുങ്ങണം. ജനം വസ്ത്രമലുക്കി 3 ദിവസത്തേക്ക് ഒരുങ്ങണം. ദൈവവചനം സ്വീകരിക്കണമെങ്കിൽ വസ്ത്രമലക്കണം. പിന്നെന്ത് വേണം? ഒരുക്കവും ആവശ്യം. എന്തായി വസ്ത്രമലക്ക്? ഈ ലോകപ്രകാരമുള്ള അല്ലെങ്കിൽ ബാഹ്യമായ ശുദ്ധീകരണം, അതോടൊപ്പം തന്നെ ഒരുങ്ങുക എന്ന് പറയുമ്പോൾ ആന്തരികമായ ശുദ്ധീകരണവും ആവശ്യമാണ്. യഹോവയായ ദൈവം തന്റെ വചനം സ്വീകരിക്കേണ്ട ജനത്തോടുള്ള യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടാണ്, നിങ്ങൾ വെറുതെ വചനം കേൾക്കരുത്, നിങ്ങൾ വസ്ത്രമലക്കണം. ബാഹ്യമായ വിശുദ്ധി, അതോടൊപ്പം തന്നെ ആന്തരികമായ വിശുദ്ധി. എത്ര ദിവസം വേണമെന്ന് എഴുതിയിരിക്കുന്നത്? 3 ദിവസത്തേക്ക് ജനം ഒരുങ്ങണം. അപ്രകാരം നമുക്കറിയാം, വലിയ നോമ്പാകുന്ന സന്ദർഭത്തിൽ പഴയകാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അമ്മച്ചിമാര് അടുപ്പിൽ വെക്കാനുള്ള കൊതുമ്പ് വരെ കഴുകി വെക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. ചട്ടിയും കലവും ഒക്കെ കഴുകി അത് വെയിലത്ത് വെച്ച് ഉണക്കി എല്ലാം പുതുപുത്തനാക്കി നോമ്പിലേക്ക് പ്രവേശിക്കുക. ബാഹ്യമായ ഒരു ഒരുക്കം. നമ്മെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ വിശുദ്ധി ആവശ്യമാണ്. ഈ ശരീരത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ വർജിക്കേണ്ടെന്ന ചില സാധനങ്ങൾ വർജിച്ചു വെക്കുക. വർജനം, അത് ശരീരത്തിന് വേണ്ടി. രണ്ടാമത്, ആത്മീകമായും നമ്മളൊന്ന് ഒരുങ്ങണം. അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ ശരീരത്തിന്റെ വിശുദ്ധിയോടും ആത്മാവിന്റെ വിശുദ്ധിയോടും നമുക്ക് ഒരുങ്ങുവാൻ സാധിക്കണം. നമ്മൾ നോമ്പിൽ വെജിറ്റേറിയൻ ഭക്ഷണമാണ് കഴിക്കുന്നത്. പക്ഷേ അകത്തോട്ട് പോകുന്നത് വെജിറ്റേറിയൻ ആണെങ്കിലും പലപ്പോഴും പുറത്തോട്ട് വരുന്നത്, വായിൽ നിന്ന് വരുന്നത് നോൺ വെജിറ്റേറിയനാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ച് അവര് നോമ്പൊക്കെ വ്രതമൊക്കെ എടുത്ത് ശബരിമലയ്ക്ക് പോകുന്ന കാലഘട്ടമാണ്. 40 ദിവസത്തെ അവരുടെ നോമ്പ്. അവര് മാലയിട്ട് കഴിഞ്ഞാൽ അവരെ പിന്നെ നമ്മളെല്ലാവരും ആണെങ്കിൽ വിളിക്കുന്നത് സ്വാമി എന്നും അല്ലെങ്കിൽ അയ്യപ്പ ഭക്തനെന്നും അയ്യപ്പന്മാരെന്നും ഒക്കെയാണ് വിളിക്കുന്നത്. നമ്മൾ എത്രയോ വർഷങ്ങളായി നോമ്പ് അനുഷ്ഠിക്കുകയാണ്. നമ്മൾ അകത്തോട്ട് ഈ വെജിറ്റേറിയൻ ആക്കുന്നതല്ലാതെ പുറത്തോട്ട്, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് സ്വാമിക്ക് തക്കവണ്ണം എന്തെങ്കിലും വരുന്നുണ്ടോ? ഒരു ഹൈന്ദവൻ മാലയിട്ട് കഴിഞ്ഞാൽ, ശബരിമലയ്ക്കുള്ള വ്രതത്തിലായി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിന് ഒത്തിരി മാറ്റമാണ്. അവനെ സ്വാമി എന്നാണ് വിളിക്കുന്നത്. അവന്റെ സംസാരത്തിലും അവന്റെ എടുപ്പിലും നടപ്പിലും എല്ലാം വ്യത്യാസമുണ്ട്. നമുക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? മാറ്റം ഉണ്ടാകണം. ഈ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ സ്വാമിമാരാ. അവര് എവിടെയാണോ പോകുന്നത്, അവിടെ ഏത് ദേവനെയാണോ കാണാൻ പോകുന്നത്, ആ ദേവന്റെ പേരിൽ അവരറിയപ്പെടുന്ന അയ്യപ്പന്മാരെന്ന്. നമ്മൾ ദൈവീകരാകുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ? ദൈവത്തെ ഒന്ന് അടുത്തറിയുവാനുള്ള ശ്രമമാണ് നമ്മൾ ഈ നോമ്പിൽ ഉപവാസം നടക്കുന്നത്. നമ്മൾ ദൈവീകരാണോ? നമ്മൾ സ്വാമിമാരായിട്ടുണ്ടോ? നമ്മളിൽ വല്ല മാറ്റമുണ്ടോ? ഒരുങ്ങണം. ദൈവികരാകാൻ ഒരുങ്ങണം. സ്വാമിമാരാകാൻ നമ്മൾ ഒരുങ്ങണം. വീണ്ടും യഹോവയായ ദൈവം വചനം സ്വീകരിപ്പാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്ത മോശയോട് കൽപ്പിക്കുകയാണ്. 19-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 20-ാം വാക്യത്തിൽ യഹോവ മോശയോട് കൽപ്പിക്കുന്നു, നീ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് കയറി വരണം. വചനം സ്വീകരിക്കണമെങ്കിൽ നീ താഴെ നിന്നല്ല അത് സ്വീകരിക്കേണ്ടത്, നീ പർവ്വതത്തിന്റെ മധ്യഭാഗത്തു നിന്നല്ല സ്വീകരിക്കേണ്ടത്. അവനോട് പറയുന്നു, നീ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് കയറി വരണം. ആദ്യം പറഞ്ഞു വസ്ത്രമലക്കി 3 ദിവസത്തേക്ക് ഒരുങ്ങണം. ആത്മീകവും ശാരീരികവുമായ വിശുദ്ധി ഒരുക്കം നമുക്ക് ആവശ്യമാണ്. രണ്ടാമത് പറയുന്നു,
നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നല്ല ദൈവത്തിന്റെ വചനം സ്വീകരിക്കേണ്ടത്. നീ എവിടെ വരണം? നീ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് കയറി വരണം. ആയിരിക്കുന്ന തലത്തിൽ നിന്നും നിന്റെ ആത്മീയതയുടെ ഉയർന്ന തലത്തിലേക്ക് നീ എത്തി വേണം ഈ വചനം സ്വീകരിപ്പാൻ. ആയിരിക്കുന്ന തലത്തിൽ നിന്നുകൊണ്ട് നീ സ്വീകരിക്കരുത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ദർഗായിൽ കയറിയിരുന്ന പുരോഹിതൻ ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കും. കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ വാഴ്ത്തുവാനും പരിശുദ്ധ റൂഹ ആവസിച്ചത് കർത്താവിന്റെ ശരീരവും രക്തവും ആക്കി പൂർത്തീകരിക്കുവാനും ഖണ്ഡിപ്പിന്റെ ശുശ്രൂഷയൊക്കെ നടത്തുവാനും തക്കവണ്ണം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് പുരോഹിതൻ പ്രാർത്ഥിക്കും, ലിഫ്റ്റ് അപ്പ് യുവർ മൈൻഡ്സ് ആൻഡ് സോൾസ്, യുവർ ഹാർട്ട്. നിന്റെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഒക്കെ ഉയർത്തണം. എങ്ങോട്ടാ? പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്ന സ്വർഗീയ മഹോന്നതങ്ങളിൽ ഉയർത്തിയിട്ട് വേണം നീ അപ്പം വാഴ്ത്തുവാൻ, നീ കാസ വാഴ്ത്തുവാൻ, നീ ഖണ്ഡിപ്പിന്റെ ശുശ്രൂഷ നടത്തുവാൻ, മാലാഖമാരോടൊത്ത് ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ ഒരുക്കത്തോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ആയിരിക്കുന്ന തലത്തിൽ നിന്ന് ഒന്ന് ഉയർത്തുക. ലിഫ്റ്റ് അപ്പ് യുവർ മൈൻഡ് ടു ദ ഹൈയസ്റ്റ്. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മളൊന്ന് ഉയർത്തണം. ഭാരതീയ പാരമ്പര്യത്തില് ധ്യാനിക്കുന്ന ഒത്തിരി ഋഷിവര്യന്മാരുണ്ടായിരുന്നു. അവരുടെ ധ്യാനത്തിൽ നമ്മൾ വേദവസ്തു ധ്യാനത്തിങ്കൽ തീ കത്തും, അറിയത്തില്ല. ധ്യാനിക്കുമ്പോൾ ഇന്നുമുണ്ട് ചില ഋഷിവര്യന്മാര്, അവരിയ്ക്കുന്ന അവസ്ഥയിൽ നിന്നും ഉയർന്നു പോകും അവരുടെ ശരീരം. ആയിരിക്കുന്ന തലത്തിൽ നിന്നും ധ്യാനത്തിന്റെ സമയത്ത് അവർ ഉയരുക. കാര്യം ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഒന്ന് നിന്റെ മനസ്സിനെ ഉയർത്തിയെങ്കിലേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് യഹോവയായ ദൈവം പറയുന്നു, നീ വചനം സ്വീകരിക്കണമെങ്കിൽ, നീ ധ്യാനിക്കുമ്പോൾ എന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നിന്റെ മനസ്സിനെയും നിന്റെ ശരീരത്തെയും ആയിരിക്കുന്ന തലത്തിൽ നിന്നൊന്ന് ഉയർത്തണം. ചില പ്രായമുള്ളവർ പറയും ദേവാലയത്തിലേക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ട്. ചില പള്ളികൾക്ക്, ദേവാലയങ്ങൾക്ക് ഉയരം വളരെ കൂടുതലാണ്, സ്റ്റെപ്പ് വളരെ കൂടുതലാണ്. എന്തിനു വേണ്ടിയാ? നിങ്ങൾ അവിടെ നോക്കുമ്പോൾ പള്ളിയിലോട്ട് കയറുമ്പോൾ ഒരു സ്റ്റെപ്പ്, പിന്നെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കും മറ്റൊരു സ്റ്റെപ്പ്, ഹൈക്കലയിലേക്ക് വരുമ്പോൾ വേറെ 2 സ്റ്റെപ്പ്, പിന്നെ ഇവിടെ ഒന്ന് 4-5 സ്റ്റെപ്പ്, മധുബായിൽ ചെന്നാൽ ദർഗായിൽ സ്റ്റെപ്പ്. എന്തിനാ? ഓരോ പടികൾ ഞാൻ ചവിട്ടുമ്പോഴും എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ആ പടികൾക്കനുസരിച്ച് ഉയരണം. അതുകൊണ്ട് പിതാക്കന്മാരിങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും കയറുവാൻ തക്കവണ്ണം നല്ല ഭംഗിയായിട്ട് റാംവേ പോലൊക്കെ ഉണ്ടാക്കിയിടാം. അല്ല, ഈ ഓരോ പടികളിലും എൻ്റെ കാലുകൾ സ്പർശിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഈ ആയിരിക്കുന്ന തലത്തിൽ നിന്നും ഞാൻ എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ഒന്ന് ഉയർത്തി വേണം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. അതുകൊണ്ട് വചനം കേൾക്കുമ്പോഴും യഹോവയായ ദൈവം പറയുന്നു, നീ പർവ്വതത്തിന്റെ മുകളിലേക്ക് വരാനല്ല പറയുന്നത്, നീ പർവ്വതത്തിന്റെ കൊടുമുടിയിലെ ഏറ്റവും ഉയർന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് അവിടെ ദൈവം ഇറങ്ങി വരും. അവിടെ ഇറങ്ങിയാണ് ദൈവം മോശയ്ക്ക് തന്റെ കൽപ്പനകളെ കൊടുത്തത്. മറ്റൊരു പഴയ നിയമ ഭാഗം കൂടെ ധ്യാനത്തിന്റെ ആമുഖമായിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ശമൂവേൽ പ്രവാചകന്റെ കാലഘട്ടം. ശമൂവേൽ ബാലന ഏലി പുരോഹിതന്റെ ശിക്ഷണത്തിൽ ദേവാലയത്തിൽ വസിക്കുകയാണ്. ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നു, യഹോവയുടെ വചനം ഒട്ടും തന്നെ ഇല്ല, ദർശനവും അധികമില്ലാത്ത കാലഘട്ടം. 1 ശമൂവേൽ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്, വചനം ദുർലഭമാണ്, ദർശനം ഒട്ടുമില്ലാത്ത കാലഘട്ടം. അവിടെ ഈ ശമൂവേൽ ബാലൻ കിടക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ യഹോവയുടെ ആലയത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പ് അവൻ കിടന്നു. യഹോവയുടെ ആലയത്തിൽ 1 ശമൂവേൽ 3-ാം അധ്യായം 2-ാം വാക്യത്തോട് ചേർന്നാണത് പറയുന്നത്. അവൻ യഹോവയുടെ ആലയത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പ് കിടക്കുകയാണ്. അവൻ കൂരിരുളിനെ നോക്കിയല്ല കിടക്കുന്നത്, ദൈവത്തിന്റെ പ്രകാശത്തെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു ജ്വാലയെ നമ്മളിലേക്കൊന്ന് നമ്മൾ ആവാഹിക്കണം. നമ്മൾ ആരാധനയിൽ ഈ ആവാഹനം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ശക്തി ആവഹിക്കുക.
അതുകൊണ്ട് ആ പഴയ കാലത്ത്, ഇപ്പോൾ പുതിയ തലമുറയിൽ അത്ര കാണുന്നില്ല, പഴയ കാലത്തെ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ ഈ ത്രോണോസിൽ പുരോഹിതൻ ധൂപം കുന്തിരിക്കമിട്ട് ശുശ്രൂഷകന്റെ കയ്യിൽ ധൂപാർപ്പണം നടത്തുവാനായിട്ട് കൊടുത്തു വിടുമ്പോൾ, ഈ ധൂപമായിട്ട് പോകുമ്പോൾ ഇരുവശങ്ങളിൽ നിന്ന് പ്രായമുള്ള അമ്മച്ചിമാർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവര് ആ ധൂപത്തിൽ നിന്നുള്ള പുക കൈകൊണ്ട് ഇങ്ങനെ മുഖത്തോട് അടുപ്പിക്കും. ശവക്കോട്ടയിൽ ചെന്ന് ധൂപം വെക്കുമ്പോഴും ഈ ഒരു നല്ലൊരു പാരമ്പര്യം, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ആവാഹിക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ ജ്വാലയെ നമ്മുടെ ഉള്ളിലേക്കൊന്ന് ആവാഹിക്കണം. ഇവിടെ ഈ ശമൂവേൽ ബാലൻ ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആൾ കേൾക്കുന്നതിനുള്ള സാഹചര്യം എന്താ? അവന്റെ ഉള്ളിലെ തിരിയും കെട്ടിരുന്നില്ല. ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പ് അവൻ അതിനെ കണ്ടുകൊണ്ടാണ് കിടക്കുന്നത്. അവിടെയാണ് 3-ാം അധ്യായം 1 ശമൂവേൽ 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ വന്നു നിന്നു വിളിച്ചു. യഹോവ വെറുതെ വിളിച്ചെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ ജ്വാലയെ ഉള്ളിലേക്ക് ആവഹിച്ചുകൊണ്ട് കിടക്കുന്ന, ഉറങ്ങുവാൻ തുടങ്ങുന്ന ശമൂവേൽ ബാലനെ വെറുതെ ദൈവം അശരീരിയായി വിളിച്ചു എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിവിടെ വായിക്കുന്നു, ശമൂവേലിനെ എങ്ങനെയാ വന്ന് വിളിച്ചത്? യഹോവ വന്ന് നിന്നു വിളിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നാം ഒരു കാര്യം ഓർക്കുക, ദൈവത്തിന്റെ ജ്വാലയെ നമ്മളിൽ ഉള്ളിലാക്കിയാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ദൈവം എങ്ങനെയായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത് അറിയാമോ? യഹോവയായ ദൈവം ഇവിടെ വന്ന് നിന്ന് നമ്മളോട് സംസാരിക്കും. നമ്മുടെ സങ്കീർത്തനത്തിൽ വളരെ കാവ്യാത്മകമായിട്ട് സങ്കീർത്തനക്കാരൻ എഴുതിയിട്ടുണ്ട്, ആകാശം ചായ്ച്ച് ഇറങ്ങി. ഒരു ഫലം നമുക്ക് ലഭ്യമാകുവാൻ തക്കവണ്ണം ഒരു മരക്കൊമ്പ് ചാഞ്ഞു വരുന്നത് പോലെ നമ്മുടെ ദൈവം തന്റെ സന്നിധിയിലായിരിക്കുന്ന തന്റെ അഗ്നിയെ ജീവിതത്തിലേക്ക്, പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയെ ജീവിതത്തിലേക്ക് ആവാഹിച്ചിരിക്കുന്ന തന്റെ ജനങ്ങളുടെ അടുക്കൽ വന്ന് നിന്ന് സംസാരിക്കും. ഇവിടെ ശമൂവേലിനെ വന്നു നിന്ന് വിളിക്കുകയാണ്. എങ്ങനെയാ ശമൂവേലിന്റെ മറുപടി? അവൻ അറിയത്തില്ല എന്തുവായിരുന്നെന്ന്. ഏലി പുരോഹിതന്റെ അടുക്കൽ ചെന്നു. അപ്പൊ പുരോഹിതൻ പറഞ്ഞു കൊടുത്തു, യഹോവ നിന്നെ വിളിക്കുമ്പോൾ നിന്നോട് അവന് വചനം സംസാരിക്കാനുണ്ട്, അവന്റെ വചനത്തെ നിനക്ക് നൽകുവാനുണ്ട്. അപ്പോൾ ആ വചനം സ്വീകരിക്കണമെങ്കിൽ നീ എന്താണ് പറയേണ്ടത്? അപ്പോൾ പറഞ്ഞു കൊടുത്തു പുരോഹിതൻ, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. അതുകൊണ്ട് ഈ ധ്യാനത്തിന്റെ ചിന്തകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരുമിച്ച് പറയാം. നിങ്ങൾ എല്ലാവരും ഏറ്റു ചൊല്ലുക, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. മനസ്സിനെയും ശരീരത്തെയും ഒരുക്കുക. പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക്, ആത്മീയതയുടെ ഉന്നതത്തിലേക്ക് നമുക്കെത്താം. അവന്റെ ജ്വാലയെ നമ്മുടെ ഉള്ളിൽ ആവാഹിക്കാം. അവനോട് നമുക്ക് പറയാം, അരുളി ചെയ്യണമേ, ഞങ്ങൾ കേൾക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇന്നത്തെ ധ്യാന ചിന്തയും പഴയ നിയമ ഭാഗത്തിൽ നിന്നുള്ള ചിന്തയാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെ വാക്യങ്ങൾ. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്നയല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വായിക്കാം. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്നയല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞു. മിസ്രൈമിൽ നിന്നുള്ള
ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെതായ സന്ദർഭം. അവർക്ക് പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധികളുടെ. അവിടെയൊക്കെ ദൈവം അത്ഭുതകരമായി അവരെ വിടുവിച്ചിട്ടുമുണ്ട്. അവരെ അവിടെയൊക്കെ വിടുവിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആഹാര സാധനങ്ങളെല്ലാം തീർന്നു. അവർക്ക് കഴിക്കാനൊന്നുമില്ല. അവര് മോശയ്ക്കെതിരായി പിറുപിറുത്തു. മോശ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അവർക്ക് ദൈവം ഭക്ഷിക്കുവാൻ തക്കവണ്ണം മന്ന നൽകി, വളരെ പോഷക സമ്പത്തുള്ള ഒരു ആഹാരം നൽകി. പക്ഷേ അവർക്ക് അതുകൊണ്ട് തൃപ്തി വരുന്നില്ല. മന്ന കൊണ്ട് തൃപ്തി വരാത്ത ജനം പറയുകയാണ്, മിസ്രൈമിൽ ഞങ്ങൾക്ക് കഷ്ടപ്പാടായിരുന്നു, മിസ്രൈമിൽ ഞങ്ങൾക്ക് ഒത്തിരി ദുരിതങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എന്തോ കിട്ടുമായിരുന്നു? ഞങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടിയ കാര്യങ്ങളാണ് പറയുന്നത്. അവർക്ക് സൗജന്യമായിട്ട് മത്സ്യം, മത്തങ്ങ, വെള്ളരിക്ക, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി ഞങ്ങൾക്ക് അവിടെ കിട്ടും. അതൊക്കെ ഞങ്ങൾ ഓർക്കുക. സൗജന്യമായി കിട്ടുന്നത്. ഇവിടെ മന്നയല്ലാതെ വേറെ ഒന്നുമില്ല. ഈ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളാണ് ഇവിടെ കൂടുതൽ. നമ്മുടെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളാണ്. നൈൽ നദിയുടെ തീരമെന്ന് പറയുന്ന വളരെ ഫലസമൃദ്ധിയുള്ള നൽകുന്ന ഫെർട്ടൈൽ ലാൻഡാണ്. അവിടെ ഈ നൈൽ നദിയുടെ തീരത്ത് കൃഷി ചെയ്താൽ വളരെ ഫലങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് തണ്ണിമത്തങ്ങ ഇഷ്ടം പോലെ ഉണ്ടാകും. മിസ്രൈമിലെ ചൂട് കാലത്ത് ഈ ഇസ്രായേൽക്കാര് ഈ തണ്ണിമത്തങ്ങായും വെള്ളരിക്കായും തന്നെ അവരുടെ ദാഹം തീർത്തതാണ്. നൈൽ നദിയിൽ ഇഷ്ടം പോലെ മത്സ്യമുണ്ട്. ആ മത്സ്യത്തെ അവരൊത്തിരി ഭക്ഷിച്ച രുചികരമായ മത്സ്യമാണ്. പിന്നെ അതുപോലെ താഴോട്ട് കാണുന്ന ബാക്കി പലവ്യഞ്ജനങ്ങളൊക്കെ സൗജന്യമായിട്ട് അവർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഇസ്രായേൽക്കാരും ഇസ്രായേലിൽ നിന്ന് വിമോചനത്തിന്റെ യാത്രയില്ല. പക്ഷേ അവരുടെ മനസ്സ് എവിടെയാണെന്നറിയാമോ? അടിമത്വത്തിൽ ആയിരുന്നപ്പോൾ കഴിച്ചതായ, സൗജന്യമായിട്ട് കിട്ടിയതായ പലതിലുമാണ് അവരുടെ ചിന്ത. ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഇതിൽ നിന്ന് വ്യത്യാസമൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വാണിജ്യ ലോകം, മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലും മറ്റു സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ പോയാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഓഫറുകളും ഗിഫ്റ്റും ഒക്കെയുള്ള കാലഘട്ടമാണ്. നല്ലതല്ലെങ്കിൽ കൂടി എന്ത് ചെയ്യും? നമ്മൾ ആദ്യം നോക്കുന്നത് എന്തെങ്കിലും പ്രൈസ് ഇതിന് ഉണ്ടോ, എന്തെങ്കിലും ഗിഫ്റ്റ് ഇതിൻ്റെ കൂടെ കിട്ടുമോ എന്ന. ഗുണനിലവാരത്തെക്കാൾ ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് നമുക്ക് എന്നും വലിയ ആശ്വാസമാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കോസ്മെറ്റിക് ഐറ്റം ആണെങ്കിലും മറ്റു പ്രൊഡക്റ്റുകളും വിൽക്കപ്പെടുന്ന ഒരു വലിയ കേന്ദ്രമാണ് കേരളം എന്ന് പറയും. എന്തും ചെലവാകും ഇവിടെ. ഫ്രീ ആയിട്ട് ലഭിക്കുന്നതിനെ കുറിച്ച് വളരെ സന്തോഷമാണ് ഇസ്രായേൽ ജനത്തിനും. ഇത് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതിനെ കുറിച്ച് ചിന്ത. വിമോചനത്തിന്റെ ഈ യാത്രയെക്കുറിച്ചല്ല അവരുടെ ചിന്ത അവരെ ഭരിക്കുന്നത്. അവിടെ അടിമത്വം എന്ന് പറയുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ അവരുടെ ജീവനെ പോലും കൈപ്പാക്കി. ജീവൻ പോലും കൈക്കുന്ന അനുഭവത്തിൽ ആകുമ്പോഴും അവർക്ക് ചിന്ത എന്താ? ആ കയ്പിന്റെ അനുഭവത്തിൽ നിന്ന് മാറിയിട്ടും അവർക്ക് കയ്പിന്റെ അനുഭവത്തിൽ കിട്ടിയ സൗജന്യമായ കാര്യങ്ങളെ കുറിച്ച് അവരുടെ ചിന്ത. ഇങ്ങനെ ഒരു ചിന്ത. അവര് പറയുന്നു, ഞങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ അങ്ങ് ഓർത്തു പോകുക. അവിടെ കിട്ടിയ മത്സ്യത്തെക്കുറിച്ചും വെള്ളരിക്കായെക്കുറിച്ചും മത്തങ്ങയെക്കുറിച്ചും ഒക്കെ ഞങ്ങള് ഓർത്തു പോകുന്നു. ഏത് യാത്രയിലാ? സ്വർഗീയമായ കനാന്റെ ആ ദേശം കൈവശമാക്കുവാനുള്ള യാത്ര, വിമോചനത്തിന്റെ യാത്രയിലാണെങ്കിലും അടിമത്വത്തിന്റെ ചിന്തകൾ അവരുടെ മനസ്സിനെ ഭരിക്കുന്ന. കാരണം അവരുടെ യാത്രയെക്കുറിച്ചുള്ള ലക്ഷ്യം അവർക്ക് ശരിയായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നാമതായി ഈ വേദഭാഗവുമായി നമ്മൾ ചിന്തിക്കുന്നത് യാത്രയുടെ ലക്ഷ്യം അറിയുക എന്നുള്ളതാണ്. യാത്രയ്ക്ക് ലക്ഷ്യമുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് തന്നെ പലപ്പോഴും പറയുന്നത് ജീവിതയാത്രയെന്ന. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാത്യുസുതിയൻ ബാവ തിരുമനസുണ്ട് എപ്പോഴും എവരി ക്രിസ്ത്യൻ ഈസ് എ പിൽഗ്രിം. എല്ലാ ക്രിസ്ത്യാനിയും ഒരു തീർത്ഥാടകന, തീർത്ഥം അന്വേഷിച്ചു പോകുന്നവനാ. നമ്മൾ തീർത്ഥാടനത്തില ജീവിതം. അതുകൊണ്ടാണല്ലോ നമ്മുടെ പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള റാസയാണെങ്കിലും പ്രദക്ഷിണമാണെങ്കിലും എന്തു തന്നെ ആയിരുന്നാലും അതൊക്കെ ഒരു യാത്രയാണ്. മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ചില യാത്രകളാണ് ഇതൊക്കെ. നമ്മളും യാത്രയിലാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങള് അവര് വ്രതമെടുത്ത് യാത്ര ചെയ്യുക. എവിടോട്ടാ പോകുന്നത്? ശബരിമലയ്ക്ക് പോവുകയാ. ആരെ കാണാൻ പോവുകയാ?
ദൈവത്തെ കാണാൻ, ദേവനെ കാണാൻ പോവുകയാണ്. ശബരിമല 18 പടി കയറി ചെന്ന് അവിടെ ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്, തത്വമസി. അതിന്റെ അർത്ഥം ഞാൻ കേട്ടത്, എന്തിനാ വേണ്ടിയാണ് ഇവർ പോകുന്നത്? ഈ യാത്ര എന്തിനു വേണ്ടിയാ? അവരാരെ ധ്യാനിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിച്ചുവോ ആ ദൈവത്തെ കാണാനുള്ള യാത്രയാ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ 18 പടി കയറി തളർന്നു ചെല്ലുന്ന ഒരു ഭക്തൻ കാണുന്ന വാചകം തത്വമസി. എന്താ അതിന്റെ അർത്ഥം? അത് നീ തന്നെ. നീ ആരെ അന്വേഷിച്ചാണോ നീ വന്നിരിക്കുന്നത്, അത് നീ തന്നെയാണ്. നിന്നിലുള്ള ഈശ്വര ചൈതന്യത്തെ തേടിയാണ് നീ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മളെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തോടൊപ്പം തന്നെ ദൈവത്തെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗം കൂടിയാണ്. അങ്ങനെ ദൈവത്തെ അന്വേഷിച്ചു പോകുന്ന മനുഷ്യനെ വേദപുസ്തകം വിളിക്കുന്ന സങ്കീർത്തനം 22-53 സങ്കീർത്തനങ്ങൾ വിളിക്കുന്ന പേരെന്താ? ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യന് സങ്കീർത്തനക്കാരൻ കൊടുത്തിരിക്കുന്ന പേരെന്താ? ബുദ്ധിമാൻ. അതുകൊണ്ട് ഈ നോമ്പിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, ഉപവസിക്കുന്ന ആളുകൾ ദൈവത്തെ അന്വേഷിക്കുന്ന തീർത്ഥാടനത്തിലുള്ളവരാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന യാത്രയിലുള്ളവരാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമാണ്. അതുകൊണ്ടാണ് വലിയ നോമ്പിന്റെ നമസ്കാര ക്രമത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവനെ വിളിക്കുന്നു ജ്ഞാനി. നീ നോമ്പനുഷ്ഠിക്കുക. ജ്ഞാനിയാണ് നോമ്പനുഷ്ഠിക്കുന്നത്, വിവേകമുള്ളവനാണ് നോമ്പനുഷ്ഠിക്കുന്നത്, വിവേകമുള്ളവനാണ് യാത്ര ചെയ്യുന്നത്, വിവേകമുള്ളവനാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് യാത്രയുടെ ലക്ഷ്യത്തെ അറിയുവാൻ തക്കവണ്ണമുള്ള ഒരു പരിജ്ഞാനം, ഒരു ബുദ്ധി എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. എന്താ ഈ യാത്രയുടെ ഉദ്ദേശം? ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുന്ന എവിടേക്കാ പോകുന്നത്? അവരധ്വാനിച്ചിട്ടില്ലാത്ത, അവർ നട്ടുവളർത്തിയിട്ടില്ലാത്ത ഒലിവ് തോട്ടങ്ങളും ഈന്തപ്പനകളും വൃക്ഷങ്ങളും എല്ലാ സസ്യങ്ങളും ഫലങ്ങളുമുള്ള കനാൻ, പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യാത്രയും എത്തേണ്ടുന്നത് എവിടെയാ? അവന്റെ യാത്ര എത്തേണ്ടുന്നതും സ്വർഗീയ കനാനിലേക്ക്, സ്വർഗരാജ്യത്തിലേക്കാ. സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും. സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിൽ എന്തെങ്കിലും നമ്മുടെ കൈവശമുണ്ടോ? നമ്മൾ സ്വർഗയാത്ര അല്ലല്ലോ, ഇവിടുന്ന് അമേരിക്കയിൽ പോകണം, അല്ലെങ്കിൽ ഗൾഫിൽ പോകണം, എന്തോ വേണം. ചുമ്മാ ഇവിടുന്ന് യാത്ര ചെയ്താൽ മതി. പദയാത്രയാണെന്ന് പറഞ്ഞു പരവലപ്പള്ളി പോകുന്നത് പോലെ പദയാത്രയാണെന്നും പറഞ്ഞുകൊണ്ട് പോയാൽ അമേരിക്ക ചെല്ലുമോ? എത്ര കടമ്പകൾ കടക്കണം. പാസ്പോർട്ട് വേണം, വിസ വേണം, ഇതൊക്കെ വേണ്ടായോ? അവിടെ ചെന്നാൽ നമുക്ക് അവിടെ അങ്ങ് താമസിക്കണമെങ്കിൽ എന്ത് വേണം? പൗരത്വം വേണം. ഈ സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന എനിക്കും നിങ്ങൾക്കും കൈവശം എന്തോ ഉണ്ട്. യാത്രയുടെ ലക്ഷ്യം അറിയണം. ആ ലക്ഷ്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട അനുബന്ധ കാര്യങ്ങളാണ് ഇതൊക്കെ. സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ പാസ്പോർട്ട് ഉണ്ടോ എൻ്റെ കയ്യിൽ? വിസ എൻ്റെ കയ്യിലുണ്ടോ? എനിക്ക് അവിടെ ചെന്നാൽ ദീർഘനാൾ താമസിക്കുവാൻ തക്കവണ്ണം പൗരത്വം എനിക്കുണ്ടോ? പൗരസ്ത്യ ഓർത്തഡോക്സ് സഭാ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗരാജ്യത്തിലേക്കുള്ള പാസ്പോർട്ടും വിസയും പൗരത്വവും ഉള്ളവനാണ് ഞാനും നിങ്ങളും. സഭ അത് വളരെ മുൻപേ തന്നെ എനിക്ക് നിങ്ങൾക്ക് നൽകി. നമ്മൾ മാമോദീസായുടെ സന്ദർഭത്തിൽ നമുക്ക് ഇതെല്ലാം ലഭിച്ചിരിക്കുകയാണ്. സ്വർഗരാജ്യത്തിന്റെ എല്ലാ അവകാശങ്ങളും നമുക്ക് തന്നിരിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഓർപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു. ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് താമസിക്കണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ പൗരത്വം ആവശ്യമാണ്. നമ്മളിവിടെ ക്രിസ്തീയമായ കാഴ്ചപ്പാട്, വിശ്വാസമനുസരിച്ച് ഈ ലോകത്തിൽ നമ്മൾ താൽക്കാലിക ജീവിതമുള്ളവരാ, ഇവിടെ നിത്യമായ വാസമല്ല. അതുകൊണ്ട് തന്നെ മാമോദീസയുടെ കൂദാശയുടെ സമയത്ത് അവിടെ പട്ടക്കാരൻ രഹസ്യമായിട്ട് ചൊല്ലും, ദൈവമായ കർത്താവേ, ഈ പൈതലിന്റെ നാമം നിന്റെ ജീവഗ്രന്ഥത്തിൽ എഴുതണമേ. പഴയകാലത്ത് മാമോദീസയുടെ രജിസ്റ്റർ എടുത്തു വെച്ച് പുരോഹിതൻ ആ സമയത്താണ് മാമോദീസ രജിസ്റ്ററിൽ ആ പേരെഴുതുന്നത്. സഭയുടെ വിശ്വാസം അതാ, ദൈവത്തിന് ഈ മനുഷ്യർക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവം ഒരു കാവൽ മാലാഖയെ കരുതിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മാലാഖ ദൈവത്തിന്റെ ജീവന്റെ പുസ്തകത്തിൽ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പറയുന്നതാണ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുക എന്നുള്ളത്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയ ക്ലെമന്തിനെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയ പല ആളുകളെ കുറിച്ച് പഴയ നിയമത്തിലും പറയുന്നുണ്ട്.
നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മാലാഖ ദൈവത്തിന്റെ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ എഴുതി നമുക്ക് സ്വർഗരാജ്യത്തിന്റെ പൗരത്വം തന്നു. ആ സ്വർഗരാജ്യത്തിന്റെ പൗരത്വവും അതിന് വേണ്ടുന്നതായ വിസായും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഓർത്തെ, ഇതൊന്നും ലഭിക്കാതെ യാത്ര ചെയ്യുന്ന എത്രയോ സഭാവിഭാഗങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഈ സഭ വളരെ മുമ്പ് തന്നെ വിശ്വാസികൾക്ക് ആവശ്യമായ എല്ലാ മുൻകരുതലുകളും നൽകിയിരിക്കുക. അവിടെ ചെന്നാൽ അവിടെ താമസിക്കുവാൻ തക്കവണ്ണമുള്ള പൗരത്വം, സ്വർഗരാജ്യത്തിന്റെ പൗരത്വം വരെ നമുക്ക് തന്നിരിക്കുക. അതുകൊണ്ടാണ് നമ്മളെ വിശുദ്ധരെന്ന് വിളിക്കുന്നത്. സ്വർഗരാജ്യത്തിന്റെ പൗരത്വം ഉള്ളത് കൊണ്ടാണ്. ഈ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പരുമലയിലേക്ക് വന്നപ്പോൾ റോഡ് വിശാലമാണ്, നടന്നു വരാനുള്ള ആളുകൾക്ക് നടപ്പാലം വേറെയുണ്ട്, വളരെ സുഖകരമായി സഞ്ചരിച്ചു വരാം. പക്ഷെ സ്വർഗരാജ്യത്തിലേക്കുള്ള എന്റെയും നിങ്ങളുടെ യാത്ര പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം പോരാ, വിസ മാത്രം പോരാ, പൗരത്വം മാത്രം പോരാ, യാത്രയിൽ ചില ക്ലേശങ്ങളൂടെ സഹിക്കാൻ തയ്യാറാകണം. അതുകൊണ്ടാണ് പിതാക്കന്മാര് പ്രഭാത നമസ്കാരത്തിലെ പാട്ടിലെഴുതിയ രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം ആ വഴിഗമനം കാക്ഷിപ്പോൾ അത്യുത്സാഹമവശ്യം താൻ അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശം വദനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. ഇവിടെ എന്താ പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്? രാജ്യത്തിന്റെ വാതിൽ ചെറിയതാണ്, വീതി കുറഞ്ഞതാണ്. ആ വഴിയെ പോകുവാൻ കാക്ഷിക്കുന്നവൻ, ആഗ്രഹിക്കുന്ന എന്ത് വേണം? അത്യുത്സാഹം അവന് ആവശ്യമാണ്. ഈ ഇടുങ്ങിയതും വീതി കുറഞ്ഞതുമായ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയിലൂടെ പാസ്പോർട്ടും വിസായും പൗരത്വവും ഉള്ള നടക്കുന്ന ക്രിസ്ത്യാനി, നീ ഈ വഴിയിലൂടെ നടക്കണമെങ്കിൽ നിനക്ക് എന്ത് വേണം? അത്യുത്സാഹം ആവശ്യമാണ്, അത്യാവശ്യമാണ്. അലസത ലേശം ബാധിച്ചാൽ, നിനക്ക് ഉത്സാഹത്തിൽ ഒരല്പമെങ്കിലും അലസത നിനക്ക് നേരിട്ടാൽ അവനെന്ത് സംഭവിക്കുന്ന? അശുഭ വഴിക്കു വശംവദനായിട്ട് സ്വാത്മത്തെ, സ്വന്തം ദേഹിയെ, സ്വന്തം ആത്മാവിനെ അവൻ നിഹനിക്കും, ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് നമ്മൾ യാത്ര തുടങ്ങിയവരാ. യാത്ര പകുതി വഴിക്ക് വെച്ചിട്ട് നിർത്തിപ്പോയി കഴിഞ്ഞാൽ നിന്റെ ആത്മാവിനെ നീ നശിപ്പിക്കുകയാണ്. തുടർന്നുള്ള യാത്രയിൽ എനിക്കും നിങ്ങൾക്കും അത്യാവശ്യമായിട്ട് ഉത്സാഹം വേണം. അല്ല എന്ന് വരികിൽ അശുഭമായ വഴിക്ക് നമ്മൾ വശംവദരായിട്ട് നമ്മുടെ ആത്മാവിനെ നമ്മൾ നിഹനിക്കില്ലായ്മ. അതിനൊക്കെ എത്രയോ നാൾക്ക് ശേഷം ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിത് കടന്നിടുമോ എന്ന് പാട്ടുകാർ അതിനു മുമ്പേ പിതാക്കന്മാർ എഴുതി വെച്ചു നമ്മുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ. ഉത്സാഹം ആവശ്യമാണ്, അല്ലെങ്കിൽ അലസതയുണ്ടാകും. അലസതയുണ്ടായിട്ട് നിന്റെ ആത്മാവിനെ നീ നശിപ്പിക്കും. അതുകൊണ്ട് യാത്ര പൂർത്തീകരിക്കണം. വഴിക്ക് വെച്ച് നിർത്തി തിരിച്ചു പോകാനുള്ള യാത്രയല്ല ക്രിസ്ത്യാനിയുടേത്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ എന്തിന് യോഗ്യനല്ലെന്ന കർത്താവ് പറഞ്ഞത്? സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ലോത്ത് അബ്രഹാമിന്റെ സഹോദരപുത്രനാ. നല്ല നീരൊഴുക്കുള്ള സ്ഥലം നോക്കി, പച്ചപ്പുൽ മേട് നോക്കി അവൻ തെരഞ്ഞെടുത്തു സോദോം ഗോമോറ. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, സോദോം ഗോമോറ, സോദോം ദൈവത്തിന്റെ തോട്ടം പോലെ, അത്ര മനോഹരമായൊരു സ്ഥലമാണ്, വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലമാണ്. പക്ഷെ പാപം നിമിത്തം, ഞാൻ പറഞ്ഞല്ലോ മുമ്പ്, പാപനിമിത്തം പ്രകൃതി അവരോട് ദോഷം ചെയ്യുക. അബ്രഹാം പ്രാർത്ഥിക്കുന്നുള്ളൂ, നീതിമാന്മാരെ കുറച്ചുപേരെങ്കിലും ഉണ്ടെങ്കിൽ നീ അതിനെ നശിപ്പിക്കൂ. ഇല്ല. പക്ഷെ നീതിമാന്മാരാരുമില്ല എന്നതുകൊണ്ട് അതിനെ ദൈവം നശിപ്പിക്കുക. തീയും ഗന്ധവും ഇറക്കി അതിനെ നശിപ്പിക്കുകയാണ്. അവിടെയാണ് നീതിമാനായ ഒരു മനുഷ്യനെയും അവന്റെ പ്രാർത്ഥന കേട്ടിട്ട് ലോത്തിനെയും കുടുംബത്തെയും ദൈവം രക്ഷിക്കുക. അവിടെ ലോത്തിനോട് യഹോവയായ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 47-ാം വാക്യത്തിൽ, ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്, നിനക്ക് നാശം ഭവിപ്പാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക.
യാത്ര സ്വർഗരാജ്യത്തിലേക്കുള്ളതാണ്. ഈ യാത്ര സ്വർഗരാജ്യത്തിലേക്കുള്ളത് ഏറ്റവും അനുഗ്രഹത്തോടെ അത് പൂർത്തിയാക്കണമെങ്കിൽ അവിടെ പറയുന്നത് എന്താ? ഓടിപ്പോകുക. എങ്ങോട്ടാ? മുമ്പോട്ട്. എങ്ങോട്ട് നോക്കരുതെന്നാ? പുറകോട്ട് നോക്കുകയും അരുത്. ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്. നിനക്ക് നാശം ഭവിപ്പാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക. നമ്മുടെ കർത്താവ് തന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നു, ഓർക്കാൻ പറയുന്നുണ്ട്. ആരെ ഓർക്കാനാ? സ്വർഗരാജ്യത്തിലേക്ക് വരാനുള്ളവരാ നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർത്തോണം. യേശുക്രിസ്തു പറയുന്നു ശിഷ്യന്മാരോട്, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. യഹോവയായ ദൈവം കൽപ്പിച്ചു, ഓടിപ്പോകണം, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്ത് നിൽക്കരുത്, ജീവരക്ഷയ്ക്കായിട്ട് പർവ്വതത്തിന്റെ മുകളിലേക്ക് ഓടിപ്പോകണം. പക്ഷേ ഈ ഇസ്രായേൽ മക്കളെ പോലെ അവർക്ക് ചിന്ത, ലോത്തിന്റെ ഭാര്യയുടെ ചിന്ത ലോകത്തോടായിരുന്നു, അവളുടെ സമ്പാദ്യത്തോടായിരുന്നു, അവളുടെ വീടിനോടായിരുന്നു, അവള് കൂട്ടിവെച്ചതിനോടായിരുന്നു. അതുകൊണ്ട് തീയും ഗന്ധവും ഈ സൊദോം ഗൊമോറയെ നശിപ്പിക്കുമ്പോൾ ഓട്ടത്തിലായിരുന്നുവെങ്കിലും അവൾ പുറകോട്ട് നോക്കി. അവൾക്ക് സംഭവിച്ചത് എന്താ? ഒരു ഉപ്പുതൂണായി അവശേഷിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ഈ സ്വർഗരാജ്യത്തിന്റെ ആ ഒരു യാത്രയിലായിരിക്കുന്ന ഞാനും നിങ്ങളും അലസതയില്ലാതെ ഉത്സാഹത്തോടെ താല്പര്യത്തോടെ യാത്ര ചെയ്യണം. എപ്പോഴും വളരെ ശ്രദ്ധയോടെ യാത്ര ചെയ്യണം. അത് മാത്രമല്ല, പുറകോട്ട് നോക്കരുത്. നമുക്കെപ്പോഴും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഏതിനോടാണെന്നറിയാമോ? നമ്മളെ എടുത്തിരിക്കുന്ന ഏതിൽ നിന്നാ? മണ്ണിൽ നിന്നാ. അതുകൊണ്ട് മണ്ണിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷേ മണ്ണിനോടാണോ, മണ്ണിൽ നിന്ന് നമ്മെ ഉളവാക്കിയവനോടാണോ നമുക്ക് അറ്റാച്ച്മെന്റ് വേണ്ടത്? അവിടെയാണ് പ്രശ്നം. നമുക്ക് മണ്ണിനോടാ, നമുക്കിന്ന് മണ്ണും മണ്ണിൽ നിന്ന് കിട്ടുന്ന പൊന്നിനോടുമാണ് നമുക്ക് ആഭിമുഖ്യം കൂടാ. അതിനനുസരിച്ച് പൊന്നിന് വില കയറുകയാ. ദൈവത്തിന്റെ വില എന്ത് ചെയ്യും? ഓരോ ദിവസവും അല്ലേ? ഞങ്ങളുടെ തിരുവല്ലായില് എന്തുമാത്രം സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളാ ഉയർന്നു വരുന്നത്. ഇനി അടുത്തതും അധികം താമസിയാൻ വരുന്നതാണ് കേൾക്കുന്നത്. ഇതിനകത്തെല്ലാം നിറച്ച ആളുവാ. മനുഷ്യൻ ഇന്ന് ഈ മണ്ണിനോടും മണ്ണ് നൽകുന്ന പൊന്നിനോടുമാണ് അറ്റാച്ച്മെന്റ്. മണ്ണിൽ നിന്ന് നമ്മെ ഉളവാക്കിയവനായ ദൈവത്തോട് നമുക്ക് ഡിറ്റാച്ച്മെന്റ് പലപ്പോഴും. ഇസ്രായേൽ മക്കൾക്ക് സംഭവിക്കുന്ന ഇതാ. അവരെ വിടുവിച്ച, ചെങ്കടലെ വിഭാഗിച്ച് അവരെ വഴി നടത്തിയ, വെള്ളമില്ലാത്തപ്പോൾ തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം നൽകിയ ദൈവത്തെ ഓർക്കേണ്ടതിന് പകരം ഈ യാത്രയിൽ ഇസ്രായേൽ മക്കളുടെ ഓർമ്മ പുറകോട്ടാണ്. ഏതിനോടാണ്? മിസ്രൈമിൽ അടിമത്തത്തിൽ അവർക്ക് സൗജന്യമായി ലഭിച്ച മത്സ്യത്തിന്മേലും വെള്ളരിക്കയുടെയും ഉള്ളിയുടെയും ചുവന്നുള്ളിയുടെയും മേലാണ് അവരുടെ ഓർമ്മ മുഴുവനും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന്റെ യാത്രയിൽ അവൻ അറ്റാച്ച്മെന്റ് ദൈവത്തോടായിരിക്കണം. ഡിറ്റാച്ച്മെന്റ് ഈ ലോകത്തിന്റെ സമ്പത്തുകളോടും ഈ ലോകത്തിൻ്റെതായ ഭ്രമങ്ങളോടുമാണ് നമുക്ക് ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകേണ്ടത്. എങ്കിലേ യാത്ര ശുഭകരമാകുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ യാത്ര അനുഗ്രഹീതമാകുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ഒരു വാഹനം കുറെ നാൾ യാത്ര ചെയ്ത് കഴിഞ്ഞ് ഇത്ര കിലോമീറ്റർ, അല്ലെങ്കിൽ ഒരു കാറുണ്ടെങ്കിൽ, ഒരു വാഹനം ഉണ്ടെങ്കിൽ അവിടെ പ്രത്യേകം അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഈ കാർ ഓടിക്കഴിയുമ്പോൾ സർവീസ് ചെയ്യണം അല്ലേ? അതിൻ്റെ ഓയിൽ മാറണം, അതിൻ്റെ എയർ ചെക്ക് ചെയ്യണം, അതിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് വീലിനും മറ്റും അതിൻ്റെ കാര്യങ്ങൾക്ക് ഗ്രീസ് ഇടണം. ഇങ്ങനെ അനേക കാര്യങ്ങൾ ഇതിന് നടത്താനായിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിൽ, ക്രൈസ്തവ ജീവിതത്തിൽ, സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഈ നോമ്പുകൾ എന്ന് പറയുന്ന ഈ സർവീസ് സ്റ്റേഷനുകളിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച് ഗ്രീസിടാനും ഒന്ന് വാട്ടർ സർവീസ് നല്ല ഭംഗിയായിട്ട് നടത്തുവാനും ഒക്കെയുള്ള സന്ദർഭമാണ്. ഈ വണ്ടി വീണ്ടും ഓടേണ്ടത് സ്വർഗരാജ്യത്തിലേക്ക്. ഈ നോമ്പും ഉപവാസവും എന്നൊക്കെ പറയുന്ന ഈ സർവീസ് സ്റ്റേഷനുകളിൽ നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് സർവീസ് ചെയ്യണം. എങ്കിലേ തുടർന്നുള്ള യാത്ര അനുഗ്രഹമാകുള്ളൂ.
കാരണം ഈ ലോകത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒത്തിരി പൊടികളുണ്ട്, ഒത്തിരി മറ്റ് മാലിന്യങ്ങൾ, ഇതൊക്കെ ഈ ഓടുന്ന വാഹനത്തിൽ പുരളും. അറിഞ്ഞുകൊണ്ട് പുരളുന്നതല്ല, സ്വാഭാവികമാണ്. അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പാപത്തിൻ്റെതായ കറകളും പൊടികളും ഒക്കെ നമ്മളെ പറ്റിയിട്ടുണ്ട്. ഈ നോമ്പിലൊക്കെ നമ്മളൊന്ന് നല്ല ഭംഗിയായി വാട്ടർ സർവീസ് ചെയ്ത് ഗ്രീസ് വേണ്ടിടത്ത് ഗ്രീസ് ഇടാനും ഒക്കെയുള്ള സഭയുടെ ക്രമീകരണമാണ് ഈ സർവീസ് സ്റ്റേഷനുകളാകുന്ന ഈ നോമ്പിന്റെ കാലഘട്ടം എന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് യാത്ര നമുക്ക് വളരെ ദൂരമുണ്ട്, സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്ര. അതുകൊണ്ട് യാത്രയുടെ ഒരു ലക്ഷ്യമാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനിയായ, നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് ആയ സ്വർഗത്തിൽ എത്തുക. വിമാനം പറത്തുന്ന പൈലറ്റും കപ്പലോടിക്കുന്ന കപ്പിത്താനും അവര് യാത്ര ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക. റോഡിലാണെങ്കിൽ ബോർഡുകളുണ്ട്, ഇവിടെ നിന്ന് പത്തനംതിട്ടയ്ക്ക് ഇന്ന വഴിയിലൂടെ, അല്ലെ കായംകുളത്തിന് ഇന്ന വഴിയിലൂടെ, അടൂരിന് ഇന്ന വഴിയിലൂടെ. ആകാശത്തും കടലിലും എവിടെയാ വഴി എഴുതി വെക്കുന്നത്? പരന്നു കിടക്കുകയല്ലേ. അവരപ്പോൾ ചെയ്യുന്നത് എന്താ? ഒരു കോമ്പസിന്റെ സഹായത്തോടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും അവരുടെ ശ്രദ്ധ എവിടെ ആയിരിക്കും? ഏത് ദിശയിലേക്കാണോ പോകേണ്ടത് ആ കോമ്പസ് നീഡിൽ ശ്രദ്ധിക്കും. അത് എവിടെയോട്ടാണ്? വടക്കോട്ടാണെങ്കിൽ വടക്കോട്ടായിരിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഡെസ്റ്റിനേഷൻ പ്ലേസിൽ ചെല്ലാൻ പറ്റൂ. അതുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയാണെന്നും പറഞ്ഞ് ഈ യാത്ര അലക്ഷ്യമായിട്ടാണ് നമ്മുടേതെങ്കിൽ മുമ്പ് നമ്മുടെ നമസ്കാരത്തിൽ പാടിയ പോലെ അശുഭ വഴിക്ക് വശംവദരായിത്തീരും. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ തന്നെ എത്തുവാൻ തക്കവണ്ണം നമ്മുടെ യാത്രയെ നമുക്ക് ക്രമീകരിക്കാം. രണ്ടാമതായി ഈ യാത്രയ്ക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്. ഈ യാത്രയുടെ മറ്റൊരു ലക്ഷ്യമാണ് നഷ്ടപ്പെട്ടു പോയ ചിലതൊക്കെ വീണ്ടെടുക്കുക എന്നുള്ളത്. നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു യാത്രയാണ് ഒരു ക്രിസ്ത്യാനിയുടെ യാത്ര. നഷ്ടപ്പെട്ടു പോയത് എന്താ? രൂപം നമുക്ക് നഷ്ടപ്പെട്ടു. നമുക്കിന്ന് രൂപമുണ്ട്, നമുക്കിന്ന് ഓരോരുത്തർക്കും രൂപമുണ്ട്, നമ്മളെ അതുകൊണ്ടാണല്ലോ തിരിച്ചറിയുന്നത്. പക്ഷെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു രൂപമുണ്ട്. പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്, സ്വർഗീയന്റെ രൂപം. സ്വർഗീയന്റെ രൂപം, സ്വർഗീയന്റെ രൂപം എത്ര! നമ്മളിന്ന് ചില ആളുകളെ കണ്ടിട്ട് പറയും എത്ര സുന്ദരമാ, അല്ലെ എത്ര സുന്ദരന, എത്ര സുന്ദരിയ. നമുക്കെല്ലാം ഈ സൗന്ദര്യം ഉണ്ടായിരുന്നു. പക്ഷെ പാപം ചെയ്തു. ഏദൻ തോട്ടത്തിൽ വന്നതായ ഒരു പാപം സ്വർഗീയന്റെ രൂപത്തെ നഷ്ടപ്പെടുത്തുകയാണ്. സ്വർഗീയന്റെ രൂപം വർണ്ണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ പാട്ടുകളിലൊക്കെ നമ്മൾ പാടുന്നത്, എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ആ സുന്ദരനായ ക്രിസ്തുവിന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ പറ്റത്തില്ല. മറ്റൊരു പാടുന്നുണ്ടല്ലോ, യേശുവേ നിന്റെ രൂപമീ എന്റെ കണ്ണുകൾക്ക് എത്ര. സ്വർഗീയന്റെ രൂപം അത്ര കണ്ണുകൾക്ക് സൗന്ദര്യമേകുന്നതാണ്. സൗന്ദര്യം, സ്വർഗീയന്റെ രൂപം, അത് നമ്മൾക്ക് പ്രാപിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് സഭയാകുന്ന മണവാട്ടി സുന്ദരിയായിരിക്കണമെന്ന് സഭ ഓർപ്പിക്കുന്നത്. വിവാഹകുദാശയിൽ ആ ശുശ്രൂഷയിൽ നമുക്ക് ഏവർക്കും പരിചിതമുള്ള ഒരു പാട്ടാണല്ലോ, സുന്ദരികളിൽ അതി നീ സുന്ദരി നീ, സുന്ദരികളിൽ അതിസുന്ദരി നീ. കാരണം എന്താ? മണവാളൻ അതിസുന്ദരനാ, സ്വർഗീയൻ ഏറ്റവും സുന്ദരനാ. അതുകൊണ്ട് മണവാട്ടിയാകുന്ന സഭയും സുന്ദരിയായിരിക്കണം. അതുകൊണ്ടാണ് മണവാട്ടി സ്വർണ്ണാഭരണ വിഭൂഷിതയ ഏറ്റവും സുന്ദരിയായി വരുവാൻ തക്കവണ്ണം ശ്രമിക്കുക. സഭയുടെ പ്രതിനിധിയായി നിൽക്കുക അവള്. സൗന്ദര്യം വീണ്ടെടുക്കാനുള്ളൊരു ശ്രമമാണ് ഈ യാത്ര. സൗന്ദര്യത്തിന്റെ വീണ്ടെടുപ്പിനുള്ള യാത്രയാണ്. നമുക്കെല്ലാം സന്തോഷമുള്ളത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം അല്ല. ഇന്ത്യ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമെന്ന മറ്റുള്ളവർ പറയുന്നത്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് വല്ലപ്പോഴും ഒക്കെ മിസ് യൂണിവേഴ്സും മിസ് വേൾഡ് പട്ടവും ഒക്കെ ഇന്ത്യക്ക് തരുന്നതിന്റെ കാരണം ഇത് കണ്ടിട്ട് എന്ത് ചെയ്യും? സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൂടുതൽ ഉപയോഗിക്കും. മണ്ണെന്ന് പറയുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതാ. സ്ത്രീകൾക്കറിയായിരിക്കും, ഒരു ക്രീം ഉണ്ടല്ലോ, ഇന്ത്യ അതിന് ഒരു വാചകം പറയുന്നത് മുൾട്ടാണി മിട്ടി.
മുൾട്ടാണി മിട്ടി അല്ലേ? ചില കടയിലൊക്കെ കണ്ടിട്ട് മുൾട്ടാണി മിട്ടി. മിട്ടി എന്ന് വെച്ചാൽ മണ്ണ. ആ മണ്ണ് മുഖത്ത് പുരട്ടിയാൽ സൗന്ദര്യം വർദ്ധിക്കും. സൗന്ദര്യം വർദ്ധിക്കണമെങ്കിൽ എന്ത് വേണോ? ഈ മണ്ണൊന്ന് പുരട്ടണം. അതിന് മരണം അനിവാര്യമാണ്. സ്വർഗീയന്റെ രൂപം പ്രാപിക്കണമെങ്കിൽ മരണം അനിവാര്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ വെക്കുന്നേ? മണ്ണിനകത്തേക്ക് വന്ന് ആ മണ്ണ് നമ്മളെ ഒന്ന് വൃത്തിയാകും കേട്ടോ, നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കും. കർത്താവ് രണ്ടാമത് വരുമ്പോൾ വാങ്ങിപ്പോയവരൊക്കെ ഉദ്ധാനം ചെയ്യും. ഏത് ശരീരത്തോടാ? ഈ ശരീരത്തിന് വേറൊരു തേജസ് പ്രാപിച്ച വരുന്നത്. എങ്ങനാ? ഈ മണ്ണിന്റെ ഉള്ളിൽ ആ പ്രോസസ്സ് നടന്നു. സ്വർഗീയന്റെ രൂപം പ്രാപിക്കണം നമുക്ക്. അതിനുവേണ്ടിയുള്ള വലിയ ശ്രമത്തില. 1 കൊരിന്ത്യർ 15:49 പൗലോസ് ഓർപ്പിക്കുന്നു, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ദൈവത്തിന്റെ രൂപം പ്രാപിപ്പാൻ തക്കവണ്ണമുള്ള ഒരു യാത്രയാണിത്. നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യം വീണ്ടെടുക്കുവാനുള്ള ഒരു യാത്ര, സ്വർഗീയമായ സൗന്ദര്യം. മറ്റൊന്നും കൂടി അതിനോട് ചേർത്ത് പറയട്ടെ, ഒരു സ്വർഗീയമായ ഗന്ധവും നമ്മൾക്ക് വീണ്ടെടുക്കാനായിട്ടുണ്ട്. മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന് നല്ല ഒരു ഗന്ധമുണ്ടായിരുന്നു, സുഗന്ധമുണ്ടായിരുന്നു എന്നാ പറയുന്നത്. ആ ആദാമിന്റെ ശരീരത്തിൽ നിന്നുള്ള സുഗന്ധം അങ്ങോട്ട് വമിച്ചിട്ടാണ് മൃഗങ്ങളൊക്കെ ആദമിന്റെ അടുക്കിലേക്ക് വന്ന വേദശാസ്ത്ര പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്, യഹൂദ റാബിമാരും ഒക്കെ വ്യാഖ്യാനിക്കുന്നത്. മനുഷ്യന്റെ ഗന്ധം, ഇന്ന് മനുഷ്യന്റെ ഗന്ധം എന്ന് പറയുന്നത് അത് ദുർഗന്ധമാണ്. പാപം ചെയ്ത് കഴിഞ്ഞ് മനുഷ്യന് വന്ന വലിയൊരു കുറവാണ് അവന് ഗന്ധം ദുർഗന്ധമായി എന്ന് പറയുന്നത്. അവന് സുഗന്ധമായിരുന്നു. മനുഷ്യന്റെ സുഗന്ധം എന്തായിരുന്നു? ആ സുഗന്ധം നമുക്ക് തിരികെ തന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എത്തണം. സുഗന്ധം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? മാമോദീസായുടെ സുഗന്ധവും നമുക്ക് ലഭ്യമായി. നമ്മുടെ സ്വർഗീയന്റെ സുഗന്ധം നമുക്ക് ലഭ്യമായി. എന്താ സ്വർഗീയന്റെ സുഗന്ധം? സ്വർഗീയന്റെ സുഗന്ധം അവിടെ മാമോദീസായുടെ സമയത്ത് നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, പ്രത്യേകിച്ച് കെംദാ നമസ്കാരത്തിൽ, സന്ധ്യ നമസ്കാരത്തിന്റെ പ്രാർത്ഥനയിൽ നമ്മളൊരു ഗീതം ചൊല്ലും, നിൻമുറിവുകളിൽ നേറ്റേൻ മൂറോൻ മണമെന്നാദാ. ക്രിസ്തുവിന്റെ മുറിവുകളിൽ നിന്ന് വന്ന മണം എന്തവാ? മൂറോന്റെ മണമാണ്. ക്രിസ്തുവിന്റെ ഗന്ധം അത് മൂറോന്റെ ഗന്ധമാ. അതുകൊണ്ടാണ് മാമോദീസയുടെ സമയത്ത് കൺഫർമേഷൻ, സ്ഥിരീകരണത്തിന്റെ സൂചനയായി മൂറോൻ സ്ഥാനാർത്ഥിയുടെ നെറ്റിയിൽ പൂശുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന, മശിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിന്റെ അടയാളവും മുദ്രയും വിശുദ്ധാത്മ നൽവരത്തിന്റെ പൂർത്തീകരണവുമായ മൂറോനാൽ ഇന്നാര് മുദ്ര കുത്തപ്പെടുന്നു. എന്തൊക്കെയത്? മൂറോൻ എന്ന് പറയുന്നത് മശിഹായുടെ പരിമളവാസന, സത്യവിശ്വാസത്തിന്റെ അടയാളവും മുദ്രയും വിശുദ്ധാത്മ നൽവരത്തിന്റെ പൂർത്തീകരണം. അപ്പൊ മശിഹായുടെ വാസന എന്തവാ? മൂറോൻ. സഭ നമുക്ക് തന്നു. ആ മൂറോന്റെ ഗന്ധം നിലനിർത്തണം. സ്വർഗീയന്റെ രൂപം പ്രാപിക്കണം. സ്വർഗീയന്റെ ഗന്ധം വമിക്കണം. ചില വിശുദ്ധന്മാരുടെയൊക്കെ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ ചില ചരിത്രരേഖകളിൽ വിശുദ്ധന്മാരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മൂറോന്റെ ഗന്ധം കടന്നു പോകുമെന്ന് എഴുതിയിരിക്കുന്നത്. വാങ്ങിപ്പോയ പല വിശുദ്ധരെ കുറിച്ചും അവരുടെ അനുഭവത്തെ ചില ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അവരുടെ പെരുന്നാളുകളിൽ അവരുടെ കബറിടങ്ങളിൽ നിന്നും മൂറോന്റെ ഗന്ധം പുറപ്പെട്ടു. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവനുണ്ടാകേണ്ടുന്ന വാസനയാണ് മൂറോന്റെ ഗന്ധം. ഇന്ന് നമ്മള് റോയൽ മിറാജും ബ്രൂട്ടും ഒക്കെ അടിച്ചില്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഗന്ധമല്ല ദുർഗന്ധമാ പുറപ്പെടുന്നത്. ഈ ഗന്ധം നിലനിർത്തണം. മൂറോന്റെ മണം നിലനിർത്തണം. സ്വർഗീയന്റെ രൂപം പ്രാപിക്കുന്നതോടൊപ്പം തന്നെ സ്വർഗീയന്റെ ഗന്ധവും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. യാത്രയുടെ മറ്റൊരു ലക്ഷ്യമാണ് ഇത്. അതുകൊണ്ട് ഒന്ന് നമ്മൾ പറഞ്ഞു, സ്വർഗീയ രാജ്യത്തിലേക്കുള്ള യാത്രയാണ്. രണ്ടാമത് സ്വർഗീയന്റെ രൂപം
പ്രാപിപ്പാനുള്ള യാത്രയാണിത്. മൂന്നാമത് ഈ യാത്രയുടെ ലക്ഷ്യം അത് പൗലോസ്ലീഹ ഓർപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 9 24-25 വാക്യങ്ങളിൽ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകം, അല്ലെ, ബിരുദ പ്രാപിക്കുന്നവർ ചുരുക്കം. അവരോ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടതിന് തന്നെ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ, സ്വർഗരാജ്യത്തിലേക്ക് അനേകം ആളുകൾ ഓടുന്നുണ്ട്. ബിരുദ പ്രാപിക്കുന്നവർ വളരെ ചുരുക്കമാ. അവരോ ആരാ? ഒളിമ്പിക്സിൽ ഓടുന്നവർക്ക് എന്ത് കിട്ടും? ഓട്ടക്കളത്തിൽ ആദ്യം ചെല്ലുമ്പോൾ എന്താ കിട്ടുന്നേ? ഒലിവിന്റെ ഇല കൊണ്ടുള്ള കിരീടം. അത് വാടിപ്പോവും. പൗലോസ്ലീഹ പറയുക ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, അവരോ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും. കിരീടം കിട്ടിയോ? കിരീടമൊക്കെ വെച്ച് തന്നു, നിനക്ക് ഇത് കിട്ടാനുള്ളതാന്നൊക്കെ നമ്മൾ ഓർപ്പിച്ചു. അതും മാമോദീസ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർക്കണം, മാമോദീസ എന്ന് പറയുന്ന കൂദാശ ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന്റെ ഒരു കൂദാശ. എല്ലാ കൂദാശയും അനുഗ്രഹം, ഏറ്റവും ശ്രേഷ്ഠമായ കൂദാശയാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലേക്ക് ആവശ്യമായ എല്ലാ നൽവരങ്ങളും നമുക്ക് നൽകുന്ന ഒരു കൂദാശയാണ്. അവിടെ ഒരു കിരീടം ആ സ്ഥാനാർത്ഥിയുടെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കും. പുരോഹിതൻ പാടും, നൃപരും മോഹിച്ചൊരു മകുടം നീ ചാർത്തി നിഖിലേശാത്മജനെ സ്തുതി ചെയ്യുക സഹജ എന്ന് പാടിയിട്ട് അതിന്റെ ഏറ്റവും ഒടുവിൽ പാടും, സഹജ സ്വർഗീയം ഭാഗ്യം നീയാർന്നു കരുതിയിടുക ദുഷ്ടൻ മോഷ്ടിച്ചിടായവാൻ. വെളിപാട് പുസ്തകം 3-11 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പിതാക്കന്മാർ എഴുതിയിരിക്കുക, നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ കിരീടം നീ പിടിച്ചുകൊള്ളുക. നിനക്ക് ലഭിച്ചിരിക്കുന്നത് നഷ്ടപ്പെടാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളതിനെ പിടിച്ചുകൊള്ളുക. നിനക്ക് കിരീടം കിട്ടിയിരിക്കുക. ആ കിരീടം നീക്കം ചെയ്യുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്, ഈ കിരീടം നീക്കപ്പെടുന്നതോടുകൂടി വലതു കൈയുടെ സഹായം നിനക്ക് ലഭിക്കുമാറാകട്ടെ. കിരീടം വരെ വെച്ച് നമ്മളെ തന്നിരിക്കുക, നിനക്ക് കിട്ടാനുള്ളതാണ്. ഇതെല്ലാം ഓർപ്പിച്ചതാ മാമോദീസായിൽ നമ്മളെ. അതുകൊണ്ട് തലതൊടുന്ന ആളിന് വലിയ കടമയും കർത്തവ്യമുണ്ട്. തലതൊട്ട കുഞ്ഞുങ്ങളെ വല്ലപ്പോഴും ഒക്കെ കാണാൻ അവസരം ലഭിക്കത്തുള്ളൂ. ഓർപ്പിക്കണം, കുഞ്ഞെ, സ്വർഗീയന്റെ രൂപം നിനക്ക് ലഭിക്കാനുള്ളതാ, സ്വർഗീയന്റെ മണം നിനക്ക് ലഭിക്കാനുള്ളതാ, സ്വർഗരാജ്യത്തിന്റെ പൗരത്വം നിനക്കുള്ളതാ, വാടാത്ത കിരീടവും നിനക്കുള്ള. അതൊക്കെ നിനക്ക് ഈ മാമോദീസായിൽ നിന്നെ ഓർപ്പിച്ചു സഭ ഇതെല്ലാം തന്ന്. അതുകൊണ്ട് ഈ വാടാത്ത കിരീടം നമുക്ക് ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടയാകണം. ദൈവത്തിന്റെ വലിയൊരാഗ്രഹമാണ് തൻ്റെ സൃഷ്ടി ഇത് വീണ്ടും നഷ്ടപ്പെടുത്തരുത് എന്ന്. ലഭിച്ചതായ ഈ അനുഗ്രഹങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യാത്രയുടെ ലക്ഷ്യബോധ്യം നമുക്കുണ്ടാകണം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. എത്ര വർഷം എടുത്തു എന്ന് നമ്മൾ വായിക്കുന്നത്? 40 വർഷം. 430 വർഷത്തെ അടിമത്വവും 40 വർഷത്തെ അവരുടെ യാത്രയും. നമ്മൾ കർത്താവിന്റെ ജന്മപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട ആ ദിനങ്ങളിൽ വായിച്ചു കേട്ട വേദഭാഗത്ത് ജോസഫും മറിയവും യേശു കുഞ്ഞിനെയും കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി എന്ന് പറയുന്നുണ്ട്. എത്ര ദിവസം എടുത്തു? വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് അവർ മിസ്രൈമിൽ വന്നത്. അപ്പൊ ഈ ദേശങ്ങൾ തമ്മിൽ, കനാൻ ദേശവും മിസ്രൈമും തമ്മിൽ അത്ര വലിയ ദൂരമൊന്നുമില്ല, 40 വർഷം നടക്കേണ്ട ദൂരമൊന്നുമില്ല. പക്ഷെ 40 വർഷം എടുത്തു ഈ ജനം മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലെത്തുവാൻ. കാരണം എന്താ? പുറപ്പാട് പുസ്തകം 13-17 വാക്യം. പുറപ്പാട് 13-17 നമ്മൾ വായിക്കുന്നു, ഫെലിസ്ത്യരുടെ ദേശത്തുകൂടിയുള്ള വഴി വളരെ എളുപ്പമുള്ളതെങ്കിലും ഇസ്രായേൽ ജനം ഒരു യുദ്ധം വരുന്ന പക്ഷം തിരിച്ച് മിസ്രൈമിലേക്ക് ഓടിപ്പോകുമെന്ന് വിചാരിച്ച് യഹോവയായ ദൈവം അവരെ ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിലൂടെ ചുറ്റി നടത്തി. ഒന്നുകൂടെ പറയാം, ഫെലിസ്ത്യരുടെ ദേശത്തുകൂടിയുള്ള വഴി വളരെ എളുപ്പമുള്ളതെങ്കിലും ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം ഇസ്രായേൽ ജനം മിസ്രൈമിലേക്ക് തിരികെ പോകുമെന്ന് വിചാരിച്ച് യഹോവയായ ദൈവം അവരെ ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിലൂടെ എങ്ങനെ നടത്തിയെന്നാ? ചുറ്റി നടത്തി. 40 വർഷം. 1 അല്ല 2 അല്ല, 40 വർഷം. എന്താ? മിസ്രൈമിലേക്ക് ജനം തിരിച്ചു പോകരുത്. തന്റെ ജനം കനാൻ നാട്ടിൽ തന്നെ ചെല്ലണം. അതുകൊണ്ടാണ് 1-2 ദിവസം കൊണ്ട് എത്താവുന്ന സ്ഥലത്ത് യഹോവയായ ദൈവം 40 വർഷം കൊണ്ട് ജനത്തെ എത്തിക്കുന്നത്. തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ കൺസേൺ,
തന്റെ ജനത്തിൽ ഒരാൾ പോലും സ്വർഗരാജ്യത്തിന് അകന്നു പോകരുത് എന്നുള്ള ദൈവത്തിന്റെ താല്പര്യവും ആഗ്രഹവും, ആ ദൈവത്തിന്റെ താല്പര്യവും ആഗ്രഹവും നമ്മളൊന്ന് ഗൗനിക്കേണ്ടത് ആവശ്യമല്ലേ? അതുകൊണ്ട് ജീവിതയാത്രയിൽ ചില ചുറ്റലുകൾ ഉണ്ടാകാം, എളുപ്പമെത്തുമെന്ന് വിചാരിക്കുന്ന ചില ചുറ്റലുകളുണ്ടാകും. പക്ഷെ ഓർക്കണം, എനിക്ക് ജീവിതത്തിൽ ചുറ്റലുകൾ ഉണ്ടാകുന്ന എന്തിനാ? എന്റെ ദൈവം എന്നെ അവൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തെത്തിക്കുവാൻ വേണ്ടിയാ. സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിൽ തിരിച്ച് അടിമത്വത്തിലേക്ക് പോകുന്നത്. പക്ഷെ ഈ ജനത്തിന്റെ മനസ്സിൽ എന്താ കിടക്കുന്നത്? അടിമത്വത്തിലെ രുചികളാ. അടിമത്വത്തിൽ സൗജന്യമായി ലഭിച്ചതാണ് ഇസ്രായേൽ മക്കളുടെ മനസ്സിൽ കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു യുദ്ധമുണ്ടാകുന്ന, പക്ഷെ അവർ ഓടിപ്പോകത്തില്ലായിരുന്നു. ദൈവത്തിന് അതറിയാം. തന്റെ ജനം കനാൻ നാട്ടിൽ എത്തണമെന്ന് ദൈവം അതിയായി ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിന്റെ ആഗ്രഹത്തെ നമ്മൾ മാനിക്കുക. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അതിൽ തന്നെ ഉറച്ചു നിൽപ്പീൻ, പിന്നെയും അടിമനുഖത്തിൽ ചെന്ന് കുടുങ്ങിപ്പോകരുത്. ദൈവം ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുക. ആ സ്വാതന്ത്ര്യത്തിന്റെ യാത്രയിലാണ് നമ്മൾ. അടിമത്വത്തിൽ ചിലതൊക്കെ മധുരം നൽകുന്നതുണ്ടാകാം, അതിനെക്കുറിച്ച് ഓർക്കരുത്. നീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓർക്കണം. അടിമുഖത്തിൽ ചെന്ന് പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്നുള്ള പൗലോസ് ശ്ലീഹായുടെ വചനം നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ഒന്നാമതായി സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഒന്നാമതായി ചിന്തിച്ചു, യാത്രയുടെ ലക്ഷ്യം അറിയുക. 1, സ്വർഗീയ രാജ്യത്തിലേക്കുള്ള യാത്ര. 2, സ്വർഗീയന്റെ രൂപം പ്രാപിപ്പാനുള്ള യാത്ര. 3, വാടാത്ത കിരീടം പ്രാപിക്കുവാനുള്ള യാത്ര. പണ്ട് ഷൈനി വിൽസൺ ഓടി 1-ാമതോ 2-ാമതോ എത്തി. മെഡൽ കിട്ടിയോ? ഇല്ല, ട്രാക്ക് തെറ്റിയാ ഓടിയത്. അതുകൊണ്ട് ക്രിസ്ത്യാനി അവന്റെ ട്രാക്കിലൂടെ വേണം ഈ യാത്ര ചെയ്യുവാൻ. എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന ട്രാക്കിലൂടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് ഈ നീതിയുടെ കിരീടവും ലഭ്യമാകും. രണ്ടാമത് ഈ ഭാഗവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാനുള്ളത് ഈ ജനത്തിന്റെ ഒരു പരിഭവമാണ്, അല്ലെ? അവര് പറയുന്നു ഇവിടെ മന്ന മാത്രമേ ഉള്ളൂ. അവര് പറയുന്നത് എന്താ? ഇവിടെ മന്ന മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഉള്ളതിൽ അവർക്ക് തൃപ്തിയില്ലെന്നുള്ളത്. ദൈവം കൊടുത്തതിൽ തൃപ്തി കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കാത്ത ഒരു കൂട്ടമായിട്ട് ഇസ്രായേൽ മക്കൾ മാറിയിരിക്കുക. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാമായിരുന്നു. എത്ര അത്ഭുതകരമായിട്ട്. ഒരിക്കലും അവിടെ നിന്നും ഒരു വിമോചനം അവര് സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ സാധിക്കുമോ എന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. ബാധകൾ വരുത്തി മിസ്രൈമ്യർക്ക് മാത്രമായിട്ട്. ചെങ്കടലിനെ വിഭാഗിച്ചു കൊടുത്തു. തീക്കൽപ്പാറയിൽ നിന്ന് ജലം നൽകി. അവരധ്വാനിക്കാതെ ആകാശത്തു നിന്ന് അവർക്ക് മന്ന പൊഴിച്ചു കൊടുത്തു. അവർക്ക് എന്നിട്ടും പറയുകയാണ് വിമോചനത്തിന്റെ യാത്രയിലും അവർക്ക് തൃപ്തിയില്ല. ജീവിതത്തിന്റെ യാത്രയിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും തൃപ്തിയുണ്ടോ? നമ്മൾ സാധാരണ ഒരാളെ കാണുമ്പോൾ ചോദിക്കും, എന്തുകൊണ്ട് വിശേഷം? ഓ, എന്തോ പറയാണ്. അതിൻ്റെ അർത്ഥം എന്താ? എന്തൊക്കെയോ ഒരു തൃപ്തിക്കേട്. നമ്മുടെ ഒരു പൊതുവായ സ്വഭാവമാണ്. നമ്മളോട് എന്തോ ചോദിച്ചാലും നമ്മൾ പറയുന്നതാ, ഓ എന്തോ പറയാൻ. നമ്മുടെ ക്രിസ്തോസ്റ്റം തിരുമേനി അദ്ദേഹത്തിന്റെ ഫലിതങ്ങളിൽ പറഞ്ഞൊരു കാര്യമാണ്, സ്വർഗരാജ്യത്തിലേക്ക് എല്ലാ ക്രിസ്ത്യാനികളും യാത്രയാണ്. CSAക്കാർ പോകുന്നുണ്ട്, മർത്തോമക്കാർ പോകുന്നുണ്ട്, പെന്തക്കോസുകാരുണ്ട്, ഓർത്തഡോക്സുകാരുമുണ്ട്. അതിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നു, ഓരോ സഭക്കാരോടും ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്? അത് ഞാൻ ഇന്നടത്തോട്ട് പോകുന്നത്. എന്തിനാ അവിടെ പോകുന്നത്? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് പോയ ഒരു ക്രിസ്ത്യാനിയോട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്? ചുമ്മാ. നമ്മുടെ ക്യാഷ്വലായിട്ടുള്ള സംസാരങ്ങളിലുള്ള ഒന്നാണ്. നമുക്ക് തൃപ്തിയോടുകൂടി ഒരു ഉത്തരം പലപ്പോഴും നൽകുവാൻ സാധിക്കുന്നില്ല. എന്തോ ഉണ്ടെന്ന് ചോദിച്ചാൽ സന്തോഷമായിരിക്കുന്നു, ദൈവം അനുഗ്രഹിച്ച് ഇങ്ങനെ പോകുന്നു. പക്ഷെ നമ്മൾ ആദ്യം പറയുന്നത്, ഓ എന്തോ പറയാൻ. നമുക്ക് എന്തൊക്കെയോ തൃപ്തിക്കേടുണ്ട് ജീവിതത്തിൽ. ആരുടെ കുഴപ്പമാണെന്നറിയാമോ? ദൈവത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. ഈ ജനത്തിന് അവർക്ക്
കനാൻ നാട്ടിലെത്തുവോളം മന്ന ദൈവം നൽകിയതാ. ഇവർ പറയുന്നത് എന്താ? മന്ന മാത്രമല്ല, വിശപ്പടങ്ങിയ പോരെ യാത്രയില്. പക്ഷെ ഇവർക്ക് അത് പോരാ, അവർക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം വേണം. അതുകൊണ്ട് അവർ പറയുന്നത് അവിടെ എന്തോ ഉണ്ടായിരുന്നു? മീനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ തക്കവണ്ണം തണ്ണിമത്തങ്ങ ചുമ്മാതെ കിട്ടുമായിരുന്നു, തണുപ്പിക്കാൻ വെള്ളരിക്ക ഉണ്ടായിരുന്നു, അല്ലേ? ഇറച്ചി മീനും ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടംപോലെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ സൗജന്യമായിട്ട് കിട്ടുമായിരുന്നു. അവര് തൃപ്തി വരാത്തതിന്റെ കാര്യം എന്താ? അടിമത്തത്തിൽ തിന്ന ചില കാര്യങ്ങളാണ്. എന്നാൽ വിമോചനത്തിന്റെ യാത്രയിൽ വിശപ്പടങ്ങിയോ എന്നുള്ളതല്ല അവർ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു പ്രശ്നം ഇതാ, നമുക്ക് വിശപ്പടങ്ങുന്നതിനേക്കാൾ വിഭവങ്ങളെ കുറിച്ച് ഓർത്തുള്ള ദുഃഖമാണ് പലപ്പോഴും. വീടുണ്ടോ? ഓ അച്ഛാ, ചെറിയൊരു വീടാ, 2000 സ്ക്വയർ ഫീറ്റ് എടുത്തിട്ട് ചെറിയൊരു വീടാ, ഞെങ്ങി ഞെരുങ്ങി താമസിക്കുക. എടാ, നിനക്ക് മഴ നനയാതെ വെയിൽ കൊള്ളാതെ കിടക്കാനുള്ളത് പോരെ? എത്രയോ വലിയ വീടുകൾ ഉണ്ടാക്കിയിട്ട് അപ്പച്ചനും അമ്മച്ചിയും തന്നെ ഒരു കോണിലിരിക്കുക, അത് തൂക്കാനും തുടക്കാനും 3-4 വേലക്കാരും. ജീവിതത്തിൽ തൃപ്തിയുണ്ടോ? നിനക്ക് ദൈവം ഇപ്പോൾ തന്നിട്ടുള്ളതിനെ കുറിച്ച് നിനക്ക് തൃപ്തിയുണ്ടോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇവിടെ ഇരിക്കുന്നവരോട്, ലഭിച്ചിരിക്കുന്ന ജീവിത പങ്കാളിയെ കുറിച്ച് നിനക്ക് തൃപ്തിയുണ്ടോ? കൈപൊക്കാൻ പറഞ്ഞ എത്ര പേര് പൊക്കും? ഒന്ന് മാറ്റി കിട്ടിയാൽ കൊള്ളാ വച്ചാ എന്ന് ചിന്തിക്കുന്ന പലരും കാണും ഇതിനകത്ത്. നമുക്ക് തൃപ്തിയുണ്ടോ? ദൈവം തരുന്ന മക്കളിൽ, ദൈവം തന്ന ജീവിത പങ്കാളിയിൽ, ദൈവം തന്നിട്ടുള്ള സൗകര്യങ്ങളിൽ തൃപ്തി കണ്ടെത്തുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. എങ്കിലേ ഈ യാത്ര അനുഗ്രഹമാകുകയുള്ളൂ. ഇസ്രായേൽക്കാർക്ക് ദൈവം കൊടുക്കുന്നതിലൊന്നും അവർക്ക് തൃപ്തിയില്ല. അവർ പറയുന്നത് എന്താ? മന്ന മാത്രമേ ഇവിടെ ഉള്ളൂ. പരിശുദ്ധ സഭയെ തള്ളിപ്പറയുന്നവരുടെ അവസ്ഥ ഇത് കേട്ടോ. ഓ, ഇവിടെ ഒന്നും മറ വലിച്ചാൽ മറിയന്തിയിലെത്തൊക്കെ, അല്ലാതെ വേറെ ഒന്നും കേൾക്കുന്നില്ല. അങ്ങോട്ട് പോകാമെങ്കിലുണ്ടല്ലോ, വെള്ളരിക്കായും മത്തങ്ങായും മീനും പോലെ കൊട്ടും പാട്ടും ആർപ്പ് വിളിയും സംഭാവനകളും. വെറുതെ 150 രൂപ TA കിട്ടും, ബിരിയാണിയും കിട്ടും. അങ്ങനെയുള്ള കൺവെൻഷൻ യോഗങ്ങളൊക്കെ നമ്മുടെ അനേക സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ സഭയിലോ എന്ന് വന്നാലും കറുത്തുകുപ്പായിട്ട് കുറെ അച്ഛന്മാരും ഉണ്ട്, മറ വലിച്ച മറിയന്തിയിലെത്തുമൊക്കെയുണ്ട്. വേറെ എന്തെങ്കിലും കേൾക്കുമോ നിങ്ങൾ മറ വലിക്കുമ്പോൾ? ഇസ്രായേൽ ജനം ഇതാ പറഞ്ഞു, ഇവിടെ മന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ദൈവം തന്നതാ. അതെന്റെ ശരീരത്തിനും എൻ്റെ ആത്മാവിനും ഒരുപോലെ അനുഗ്രഹീത പോഷണമാണെന്ന് കരുതുവാൻ തക്കവണ്ണം ജനത്തിന് സാധിക്കില്ല. കാരണം അവന്റെ ജീവിതത്തിൽ അവന് ഡിസിപ്ലിൻ ഇല്ല എന്നുള്ള, ശിക്ഷണമില്ല എന്നുള്ളതാ. നമ്മൾ വലിയൊരു സംഭവം കാണുന്നുണ്ട്. 4 സുവിശേഷങ്ങളിലും പറയുന്ന 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവം. എത്ര അപ്പം ഉണ്ടായിരുന്നു? എത്ര അപ്പം ഉണ്ടായിരുന്നു? നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. 5 അപ്പം ഉണ്ടായിരുന്നു, 2 മീനും ഉണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 5000 പുരുഷന്മാരുണ്ട്, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂടാതെ. എങ്ങനെയായാലും 10-12,000 പേർക്ക് മേളിൽ അവിടെയുണ്ട്. തൃപ്തി വന്നു എല്ലാവർക്കും? അവിടെ യേശുക്രിസ്തു പറയുന്നുണ്ട് എങ്ങനെ കൊടുക്കണമെന്നാ. അവരെ പന്തിയായി ഇരുത്തണം, അവർക്ക് വേണ്ടുവോളം കൊടുക്കണം, തൃപ്തി വരുവോളം കൊടുക്കണം. എന്നിട്ടും എന്തു പറ്റി? അവിടെ ആള് കൂടുതലാ, വിഭവം കുറവാ. പക്ഷെ അവർക്ക് തൃപ്തിയും വന്നു, 12 കൊട്ട ബാക്കി വരികയും ചെയ്തു. നമ്മള് വിവാഹ ചടങ്ങുകളൊക്കെ നടത്തുമ്പോഴേ മാതാപിതാക്കൾക്കും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും വലിയ ടെൻഷനാണ്. കൂതാശ നടക്കുന്ന അച്ഛനെ കുറിച്ച് ഓർത്താണോ? അച്ഛൻ നല്ലപോലെ ചൊല്ലുവോ ഇല്ലയോ എന്നുള്ളതാണോ? അല്ല. വീഡിയോക്കാരെ കുറിച്ചോ ഒന്നും ആർക്കും ഒരു ടെൻഷനും ഇല്ല. ടെൻഷനുള്ള ഏത്ത കാര്യത്തിലാ. ഇത് കഴിയുമ്പോൾ ഉള്ള ഓഡിറ്റോറിയത്തിലെ ഭക്ഷണത്തിന്റെ കാര്യം ഓർക്കുമ്പം ടെൻഷനാ. നമ്മൾ 500 പേരെ വിളിച്ചിട്ടുണ്ട്, 700 പേർക്കുള്ള നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അന്ന് കർത്താവ് പറഞ്ഞ കാലത്ത് ആള് കൂടുതലും ആഹാരം കുറവുക. ഇന്ന് നമ്മൾ കല്യാണം നടത്തുമ്പോഴോ ആഹാരം കൂടുതലും ആള് കുറവുക. എന്നാലും ചില സമയത്ത് തികഞ്ഞു പറ്റുമോ? ഒരു അലങ്കോലം, ആകെപ്പാടെ ചളുപിളിയായി, ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ പോയി. എന്താ ആവശ്യം? യേശുക്രിസ്തു എങ്ങനെ അവരെ ഇരുത്തിയത്? 50 പേർ വീതം പന്തി. അതുകൊണ്ട് അച്ഛന്മാര് പറയുന്നത് മണവാട്ടിയുടെ കൂടെ വന്ന ആളുകൾക്ക് ആദ്യ അവസരം കൊടുക്കണം, അത് കഴിഞ്ഞ് നിങ്ങൾ ഇരിക്കണം. ഡിസിപ്ലിൻ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇച്ചിരി ഉള്ളെങ്കിൽ തൃപ്തി വരും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശിക്ഷണമുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഉള്ളതിൽ ഞാൻ തൃപ്തി കണ്ടെത്തും. സംശയമുണ്ടോ? നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് ചിന്തിച്ചു നോക്ക്.
എനിക്ക് ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ച് എനിക്ക് തൃപ്തിയുണ്ട്. ഞാൻ അവിടെ ഇവിടെയും പോകത്തില്ല. ഇന്ന് പല കുടുംബങ്ങളും ശിഥിലമാകുന്നതിൻ്റെ ഒരു കാരണം ജീവിത പങ്കാളിയിൽ തൃപ്തിയില്ലാതെ, അവന്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഇല്ലാതെ അവൻ മറ്റു പലയിടത്തും ചേക്കേറുന്നത് കൊണ്ടാണ്. മക്കളിൽ തൃപ്തിയുണ്ടോ? നീ എന്തിനാ നിന്റെ മക്കളെ മറ്റൊരു മക്കളെ വെച്ച് താരതമ്യപ്പെടുത്തുന്നത്? ദൈവം നിനക്ക് തന്ന മക്കളെ നീ ഭംഗിയായിട്ട് വളർത്തുന്നു. നീ ഒരു ശിക്ഷണത്തിലാണ് വളർത്തുന്നതെങ്കിൽ നിന്റെ മക്കളെ കുറിച്ച് തൃപ്തി ഉണ്ടാകും. ചില മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛാ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് വലിയ ദുഃഖം. ചില മാതാപിതാക്കൾ പറയും, അച്ഛാ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ചെറുപ്പം മുതലേ അവരെ ശിക്ഷണത്തിൽ വളർത്തിയത് കൊണ്ട് ഇന്ന് അവരെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്നു. ഏലി പുരോഹിതൻ ശ്രേഷ്ഠനായ പുരോഹിതനാ. പക്ഷെ ഏലി പുരോഹിതൻ കസേര സിംഹാസനത്തിൽ നിന്ന് വീണ് പിടലിയൊടിഞ്ഞ് ചാകേണ്ട കാര്യം എന്താ അറിയാമോ? ശമൂവേൽ പ്രവാചകനോട് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, അവന്റെ 2 മക്കൾ പുരോഹിതന്മാർ ഓഫ്നിയും ഫിനെഹാസും. പക്ഷെ ആ പുരോഹിതന്മാർക്ക് നിരക്കാത്ത ജീവിതം അവരെ നയിക്കുന്നു. അതിന്റെ കാരണം അവരാണെങ്കിലും അവര് ചെയ്യുന്ന പ്രവൃത്തിയെ അവൻ ശാസിച്ച് അമർച്ച ചെയ്യാത്തത് കൊണ്ട് അവന്റെ കുടുംബത്തെ ഞാൻ ശിക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുരോഹിതനാണെങ്കിലും അവന്റെ കുടുംബത്തിൽ ഡിസിപ്ലിൻ വേണം, ശാസിച്ച് അമർച്ച ചെയ്യണം. നമ്മുടെ കുടുംബങ്ങളിൽ ശാസിച്ച് അമർച്ച ചെയ്യേണ്ടതിനെ നമ്മൾ ശാസിച്ച് അമർച്ച ചെയ്യുന്നെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടാകും. ദൈവശിക്ഷയിൽ നമ്മൾ വിടുതൽ പ്രാപിക്കും, തൃപ്തി ഉണ്ടാകും. ഇവിടെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവത്തിൽ ചെറിയ ആഹാരവും വലിയ ജനവും, പക്ഷെ തൃപ്തി വന്നു. കാരണം ഡിസിപ്ലിൻ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് തൃപ്തി വരിക. അതുകൊണ്ട് വിഭവങ്ങളുടെ സമൃദ്ധിയിലല്ല, ദൈവം തരുന്നതിൽ തൃപ്തി കണ്ടെത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 11 മുതൽ 13 വരെ വാക്യങ്ങളിൽ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്, താഴ്ചയിലിരിപ്പാൻ എനിക്കറിയാം, സമൃദ്ധിയിലിരിപ്പാൻ എനിക്കറിയാം, അല്ലേ? വളരെ സമ്പന്നനായിരിക്കാൻ എനിക്കറിയാം, ദരിദ്രനായിരിക്കാൻ എനിക്കറിയാം, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാനും ഞാൻ പഠിച്ചിട്ടുണ്ട്, ശീലിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനി ശീലിക്കണം, ക്രിസ്ത്യാനി ശീലിക്കണം. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, വിശന്നിരിപ്പാൻ പഠിച്ചിട്ടുണ്ട്, സമൃദ്ധിയിലിരിപ്പാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്. നമ്മുടെ ശീലം ഏത് മാത്രമാ? സമ്പന്നനായിരിക്കാൻ ശീലിച്ചിട്ടുണ്ട്, സമൃദ്ധിയിലായിരിക്കാൻ ശീലിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ശീലിച്ചിട്ടു. അലംഭാവത്തോടെ ദരിദ്രനായി ജീവിപ്പാൻ നമ്മൾ ശീലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പല ഭവനങ്ങളും കടക്കണിയിലേറുന്നത്. നമുക്ക് ശീലങ്ങളില്ല, ശീലിക്കാത്തതൊന്നും നമ്മളെടുത്ത് തലേ വെക്കരുത്. പണ്ട് ഗോലിയാത്തിനെ നേരിടുവാൻ തക്കവണ്ണം ദാവീദ് വന്നു. ദാവീദ് കൊച്ചു പയ്യനാ. ദാവീദ് തന്റെ ചേട്ടന്മാർ മുഖേന ശൗലിനെ അറിയിച്ചു, എനിക്ക് ഈ ഗോലിയാത്തിനെ ഒന്ന് നേരിടണം. അപ്പൊ ചേട്ടന്മാരൊക്കെ നോക്കുമ്പോ ഇവൻ ആ പാടെ ചെറിയൊരു വസ്ത്രമൊക്കെ നിക്കറുമൊക്കെ ഇട്ട് നിൽക്കുക. ഇവൻ എങ്ങനെ ഈ ഗോലിയാത്തിനെ നേരിടുന്നത്? യുദ്ധം ചെയ്യാൻ പോകേണ്ടവൻ എങ്ങനെയാ ചെയ്യേണ്ടത്? ശൗൽ എന്തു ചെയ്തു? ശൗൽ പറഞ്ഞു, മോനെ, യുദ്ധം ചെയ്യുമ്പോൾ ഒത്തിരി അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിന്റെ നിക്കറും ഈ ഉടുപ്പും ഒക്കെ ഇങ്ങോട്ട് മാറ്റിക്കേ, ഞാൻ ഇട്ടിരിക്കുന്നത് പോലെ ഈ പടച്ചട്ടയൊക്കെ എടുത്ത് നീ അങ്ങോട്ട് ഇട്ടേ. അവനെ എടുത്ത് അതെല്ലാം അങ്ങോട്ട് ഫിറ്റ് ചെയ്യിച്ചു. ദാവീദ് ഒരല്പം നടന്നു നോക്കി. ദാവീദ് പറയുകയാണ്, ഞാൻ ശീലിച്ചിട്ടില്ലായകയാൽ ഇവ ധരിച്ചും കൊണ്ട് നടപ്പാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് അവൻ അതിനെ ഊരി വെച്ചു. അവൻ തോട്ടരികിൽ നിന്ന് നല്ല മിനുസമുള്ള കല്ലുകൾ എടുത്തു, അവന്റെ കവണയിൽ വെച്ചു, ദൈവത്തെ വിളിച്ച് അവൻ എറിഞ്ഞു. ഗോലിയാത്ത് അവിടെ വീഴുകയാണ്. വേണ്ടാത്തത് ശീലിക്കരുത്, വേണ്ടിയതേ ശീലിക്കാവൂ. പണ്ട് പെരുന്നാളുകൾക്കും ആഘോഷങ്ങൾക്കുമൊക്കെ ആയിരുന്നു, പള്ളിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്കുമൊക്കെ ആയിരുന്നു മേളങ്ങൾ. ഇന്ന് നസറാണികളുടെ ശീലം ഒത്തിരി മാറി. ശിങ്കാരിമേളം, പഞ്ചവാദ്യം, കല്യാണത്തിന് ഇതൊക്കെ ആയിരിക്കുന്ന വേണ്ടാത്ത ശീലങ്ങൾ നമ്മുടെ ആളുകളിൽ കൂടിയെന്നുള്ളത് താലി കെട്ടുമ്പം ഗുണ്ട് പൊട്ടിക്കുക നമ്മുടെ പള്ളികൾ നടക്കുന്നതാ. ഇതിനൊക്കെ ചിലതിനൊക്കെ ഞാൻ അനുഭവ സാക്ഷ്യമുള്ളവനുമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ശീലമില്ലാത്തതിനെ ജീവിതത്തിലേക്ക് കൊണ്ട് ഒത്തിരി അപകടം ഉണ്ടാകും. താലി കെട്ടുന്ന സമയത്ത് നീ ഒരു അമിട്ട് പൊട്ടിച്ചാൽ അവൻ കെട്ടി 8-ാം പക്കം 8 നില അവന്റെ ജീവിതം പൊട്ടും. നമ്മുടെ ചില പള്ളികൾ നടക്കുന്ന താലി കെട്ടുമ്പോൾ അച്ഛന്മാർ വഴക്ക് പറയുന്നത് കൊണ്ട് പള്ളി പരിസരത്ത് പൊട്ടിക്കത്തില്ല,
മൊബൈലിൽ നിന്ന് ഇവിടെ ഒരു പള്ളിക്കകത്തുനിന്ന് ഒരുത്തന്റെ മിസ് കോള് പോകും, അടുത്തുള്ള റബ്ബറും തോട്ടത്തിലിട്ട് അവൻ കുണ്ടുപൊട്ടിക്കും താലി കെട്ടുമ്പോൾ. എവിടെ ഇരിക്കുന്നു നമ്മുടെ ശീലങ്ങൾ? ദാവീദിനെ പോലെ ചങ്കൂറ്റമുള്ള നസ്രാണികൾ ഉണ്ടാകണം. ശീലിച്ചിട്ടല്ലായാൽ ഇവ ധരിക്കുകയില്ല എന്നുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നസ്രാണി നിന്റെ ജീവിതം രക്ഷപ്പെടും, നിന്റെ സഭ രക്ഷപ്പെടും. നമ്മൾ വേണ്ടാത്ത പല ശീലങ്ങളും ജീവിതത്തിൽ എടുക്കാൻ തുനിയുന്നവരാണ്. നമ്മൾ സാറിന് പറയുമല്ലോ, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുതെന്ന്. ഇന്ന് തൃപ്തിയില്ല ഒന്നിലും. ഇതുപോലെ ഇച്ചിരൂടെ ഉണ്ടെങ്കിൽ, ഒരു മേളം കൂടെ ഉണ്ടെങ്കിൽ കല്യാണം ഇച്ചിരൂടെ നന്നാകും. ആ കൂദാശയുടെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർത്ത് നിനക്ക് തൃപ്തി ഉണ്ടെങ്കിൽ എത്രയോ അനുഗ്രഹമാണ്. ആ പ്രാർത്ഥനയിൽ നീ ഏകാഗ്രമായി സംബന്ധിക്കുന്നെങ്കിൽ നിനക്ക് എന്ത് തൃപ്തി ഉണ്ടാകും? ഈ ഇസ്രായേൽ മക്കൾക്ക് തൃപ്തിയില്ല. കാരണം എന്താണെന്നറിയാമോ? അവർക്ക് സൗജന്യമായി കിട്ടിയ മത്സ്യത്തിലുമൊക്കെയാ അവരുടെ ചിന്ത. ഒരിക്കൽ മോശയോട് പറഞ്ഞു, നീ ഞങ്ങളെ ഈ മരുഭൂമി കൊല്ലുവാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക. ഞങ്ങൾക്ക് അവിടെ പീഡനമായിരുന്നെങ്കിലും അവിടുത്തെ കലങ്ങളിൽ ഇറച്ചി ഉണ്ടായിരുന്നു. അവരുടെ മനസ്സ് പിന്നെയും കിടക്കുന്നത് കലങ്ങളിലെ ഇറച്ചിക്കകത്ത. ഈ മന്ന മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിന്റെ പിന്നിലുണ്ടല്ലോ ഒരു ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. യാത്രയോ ദുരിതമുള്ളതാ, വളരെ ഇടുക്കമുള്ളതും ഞെരുക്കമുള്ളതാ. മന്നയെക്കുറിച്ച് ഈ സംഖ്യാപുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യം മുതൽ പറയുന്നുണ്ട് മന്ന എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നതെന്ന്. മന്നയെക്കുറിച്ച് പറയുന്നു, മന്നയോ കൊത്തമ്പാലരി പോലെയും അതിൻ്റെ നിറം ഗുൽഗുലുവിൻ്റേതുപോലെയും ആയിരുന്നു. ജനം നടന്നു പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരളിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പം ഉണ്ടാക്കും. മന്ന കിട്ടുന്നത് പോലെ എടുത്ത് തിന്നാൻ പറ്റത്തില്ല കേട്ടോ. മന്ന പൊഴിഞ്ഞു വീഴുമ്പോൾ കൈ നീട്ടി അത് അതുപോലെ എടുത്ത് ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതുകൊണ്ടാണ് ജനം പറഞ്ഞത് ഇവിടെ മന്ന മാത്രമേ, ഇച്ച കഷ്ടപ്പാടുണ്ട്, നടന്നു പെറുക്കണം. മന്നയെക്കുറിച്ച് പറയുന്നത് കൊത്തമ്പാലരി വേണ്ടത് മല്ലി പോലെ എന്നാ. മല്ലി പോലെ ചെറിയ സാധനമാണ്, അതിങ്ങനെ വീണ് കിടക്കുക. ദൈവം അങ്ങനെ ഇത് കൊടുത്തേന്നറിയാമോ? ഈ കൊത്തമ്പാലരി പോലുള്ള ഈ മന്ന രാത്രിയിൽ ഇത് പൊഴിഞ്ഞു വീഴും. രാവിലെ ഇസ്രായേൽ മക്കൾ നോക്കുമ്പം മഞ്ഞ് മൂടിക്കിടക്കും. വെയിൽ അങ്ങോട്ട് വരും, മഞ്ഞുരുകുമ്പം ഈ മന്ന അവർക്ക് കിട്ടും. എന്തിനീ മഞ്ഞ് വീഴ്ത്തി കൊടുത്തതെന്നറിയാമോ? മന്ന വളരെ പോഷക ഗുണമുള്ള ഒരു ആഹാരമാണ്. നമുക്കറിയാം, ഇറച്ചി, മുട്ട, മീന്, പാല് ഇതൊക്കെ ഒരു സമയത്തിൽ കൂടുതൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്കാകും. ഈ മന്നയെക്കുറിച്ച് എഴുതുക പിറ്റേ ദിവസത്തേക്ക് സൂക്ഷിച്ച് വെച്ചാൽ അത് ക്രമിച്ച് നാറുമെന്ന, പെട്ടെന്ന് അഴുക്കായി പോകുന്ന ഒരു വസ്തുവാണ്. അതുപോലെ പോഷക ഗുണമുള്ളതുമാണ്. ദൈവം ഒരു ഫ്രിഡ്ജിന്റെ സംവിധാനം അവർക്ക് കൊടുത്തത്. അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ കിടക്കുന്നത്? മഞ്ഞ് മൂടിക്കിടക്കുക, നല്ല തണുത്ത് ഫ്രഷായിട്ട്. അവർ വെയിൽ അഴിച്ച് മഞ്ഞുരുക്കുമ്പോൾ മഞ്ഞ അവർക്ക് നല്ല ഫ്രഷായിട്ട് കിട്ടും. നമ്മളിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് മീനും ഒക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ച് എടുക്കുന്നത് പോലെ അവർക്ക് വളരെ ഭംഗിയായി ദൈവം അത്ര നല്ല സംവിധാനത്തിലാണ് കൊടുത്തത്. പക്ഷേ അതെങ്ങനെ പെറുക്കണം? നടന്നു പെറുക്കണം. ഇപ്പൊ കടയിൽ പോയിട്ട് 1 കിലോ പഞ്ചസാര അല്ലെങ്കിൽ 1 കിലോ മല്ലി എന്ന് പറഞ്ഞാൽ കടക്കാരൻ ഒരു തവി കൊണ്ട് കോരി ഒരു കൂടിനകത്താക്കി നമുക്ക് ഇങ്ങോട്ടും തരും. അല്ലെ മാർജ് ഫ്രീ പോയാൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക, തൂക്കുപോലെ വേണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി. ഇത് നടന്നു പെറുക്കണേ. നടക്കുമ്പോൾ കൂട്ടത്തിൽ എന്തോ ഉണ്ടെന്നറിയാമോ? കുനിയണം. വളരെ സൂക്ഷ്മതയോടെ നോക്കിയെങ്കിൽ ഇത് പെറുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഈ സഭയിൽ അതുപോലെ നിനക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ എന്നിട്ട് നീ കുനിഞ്ഞു കുമ്പിട്ടെങ്കിൽ അത് നിനക്ക് കിട്ടത്തുള്ളൂ. കുനിഞ്ഞു പെറുക്കണം, നടന്നു പെറുക്കണം. പിന്നെ എങ്ങനെയാണെന്നറിയാമോ? അത് വെറുതെ പെറുക്കിയാൽ മാത്രം ഞാൻ പറയാം, തിരികല്ലിലിട്ട് പൊടിക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. രണ്ടാമത് ഉരുളിട്ട് ഇടിക്കണം, പിന്നീട് കലത്തിലിട്ട് പുഴുങ്ങണം. ഇത്രയും പ്രോസസ്സ് ചെയ്തെങ്കിലേ മന്ന അവർക്ക് തിന്നാനായിട്ട് പറ്റുകയുള്ളൂ. നിങ്ങൾ പറയാ ചുമ്മാ അതാണോ അവര് പറഞ്ഞത് ഈ മന്ന മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന്? ദൈവം കൊടുക്കുന്നത് സ്വീകരിക്കണമെങ്കിൽ നിന്റെ കൂടെ പ്രയത്നം ആവശ്യമുണ്ട്. നമുക്കിന്നെല്ലാം വേണ്ട റെഡിമെയ്ഡാ. അതുകൊണ്ടാണല്ലോ ഷവർമ കഴിച്ചെല്ലാം പോകുന്നത്. ഈയിടെയും 2 ദിവസമായിട്ട് പത്രത്തിൽ കണ്ടു, ഷവർമ കഴിച്ചൊരു ഫാമിലിയിലുള്ളത് മുഴുവനും കൂടെ ആശുപത്രി കയറി. അതിന്റെ പിറ്റേ ദിവസത്തെ പത്രത്തിലും കണ്ടു ഷവർമ കഴിച്ച്. നമുക്ക് ചെല്ലുന്ന ഉടനെ കാശ് കൊടുത്താൽ കിട്ടുന്നത് നമുക്ക്. അതിനൊത്തിരി അപകടമുണ്ട്. ദൈവം തരുന്നത് നീ സ്വീകരിക്കണമെങ്കിൽ, അത് നിനക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ നീ കഷ്ടപ്പെടണം. നീ കുനിഞ്ഞു പെറുക്കണം, തിരകല്ലിലിട്ട് പൊടിക്കണം, അത് ഇടിക്കണം, കലത്തിലിട്ട് പുഴുങ്ങണം. ഇത്രയും ചെയ്തെങ്കിലേ
നിനക്കത് കഴിക്കുവാൻ തക്കവണ്ണം യോഗ്യമായ ആഹാരമാകുകയുള്ളൂ. തൃപ്തിക്കേടിന്റെ ഒരു കാര്യം ഇതാ, കഷ്ടപ്പെടാൻ വയ്യ എന്നുള്ളത്. സഭയെക്കുറിച്ചുമുള്ള ചില ആളുകളുടെ ഒരു ചിന്ത അതാ, എന്നും നോമ്പ്, ആഴ്ചയിൽ അങ്ങ് ഉപവാസവും പ്രാർത്ഥനയും, കല്യാണം നടത്താനും സമ്മതിക്കത്തില്ല, ഒന്നുമല്ല നാട്ടിൽ വന്നാൽ രുചികരമായിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുമ്പം അറബി അവധി തരുന്നത് നോമ്പിന്റെ കാലത്ത്, വീട്ടിൽ വന്നാൽ പിന്നെയും പച്ചക്കറി. ഇച്ചിരി കഷ്ടപ്പാട് ഈ സഭയിൽ. ദൈവം തരുന്നതിനെ നീ കഷ്ടതയോടുകൂടി കഴിക്കുമ്പോൾ അത് നിനക്ക് രുചികരമാകും, അത് നിനക്ക് തൃപ്തിയെ തരും. ഏറ്റവും കൂടുതൽ തൃപ്തി എങ്ങനെ കഴിക്കുന്ന ആഹാരത്തിനാണെന്നറിയാമോ? നമ്മൾ തന്നെ നട്ട് വെള്ളം കോരി അധ്വാനിച്ച് കിളിപ്പിച്ച് വന്ന ഒരു ഏത്തവാഴ അതിൻ്റെ ഫലം തന്നിട്ട് അത് കഴിക്കുമ്പോഴുള്ള സന്തോഷവും, പാണ്ഡ്യനാട്ടിൽ നിന്ന് ലോറിയിൽ വന്നിട്ട് 40 രൂപ കൊടുത്ത് ചന്തയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത്തക്ക കഴിക്കുമ്പോഴും രണ്ടും രണ്ട് സുഖമാണ്. ഇത് അനുഭവിച്ച് നമ്മൾ അറിയുക, കഷ്ടപ്പെട്ടത് അല്ലെ, അനുഭവത്തിന്റെ രുചിയാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. മറ്റേതോ വല്ലവനും അധ്വാനിച്ചതിന്റെ രുചിയാണ് നമ്മൾ. അതിന് രണ്ടിനും അത് കഴിക്കുമ്പോഴുള്ള ആസ്വാദനത്തിൽ വ്യത്യാസമുണ്ട്. തൃപ്തി വരുന്നത് ഏതിനാ? നമ്മൾ അധ്വാനിച്ച് അല്ലെ, നമ്മൾ തന്നെ അത് കഴിക്കുമ്പോൾ അതിനൊരു നല്ല തൃപ്തിയുണ്ട് അല്ലെ. നമ്മൾ പ്രായമായി സഭ നമ്മെ സഹായിക്കുന്നതാണോ നമുക്ക് തൃപ്തി? നമ്മുടെ മക്കൾ നമുക്ക് ചെലവിന് തരുന്നതാണോ തൃപ്തി? നമ്മുടെ മക്കൾ നമുക്ക് ചെലവിന് തരുന്നത് തന്നെ തൃപ്തി. നമ്മുടെ അധ്വാനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് എപ്പോഴും നമുക്ക് തൃപ്തി തരുന്നത്. അതുകൊണ്ട് മനുഷ്യൻ എങ്ങനെ അപ്പം കഴിക്കണമെന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നതെന്നറിയാമോ? അവൻ വിയർപ്പോടെ, ഒരു ശാപമാണ്, അവൻ വിയർപ്പോടെ അപ്പം ഭക്ഷിക്കണം. നമ്മളിന്ന് വിയർക്കാതെ ഫാനിന്റെ അടിയിലിരുന്ന് നല്ല ഭംഗിയായിട്ട് AC ഒക്കെ ഇട്ട് നമ്മൾ കഴിക്കും. വിയർക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ഇതെല്ലാം കഴിച്ച് തടിയൊക്കെ വെച്ച് അനങ്ങാൻ വയ്യാതെ വരുമ്പോൾ ഡോക്ടറെ കാണും. ഡോക്ടർ പറയും ബ്ലഡും യൂറിനും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എല്ലാം ടെസ്റ്റ് ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, പ്രഷറുണ്ട്. അപ്പോൾ ഇരുന്ന് വിയർക്കും. അല്ലാതെ ഭക്ഷണം നമ്മൾ വിയർപ്പോട് ഒരിക്കലും കഴിക്കാറില്ല, തൃപ്തിയില്ല. ഞാൻ 75-80 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചനെ പരിചയപ്പെട്ടു. സാമ്പത്തികമായിട്ട് വലിയ ഉന്നതിയൊന്നും ഉള്ള ഒരു വ്യക്തിയല്ല. ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ യാദൃശികമായിട്ട് പരിചയപ്പെട്ടതാ. 3 സെന്റ് സ്ഥലത്തിലൊരു വീട്, ചെറിയൊരു വീട്. അപ്പോൾ അദ്ദേഹത്തോട് കൂടുതൽ ചോദിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു വീട്ടിലാരൊക്കെ ഉണ്ട്, മക്കളൊക്കെ ഉണ്ട്, എല്ലാവരും കൂലിപ്പണിയൊക്കെ ചെയ്തായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതാ, വളരെ സന്തോഷമായിട്ട് എൻ്റെ ഭവനം കഴിയുന്നത്. ആ 3 സെന്റ് സ്ഥലത്തിനുള്ളിൽ അദ്ദേഹം ഒരു ആടിനെ വളർത്തുന്നുണ്ട്, അവിടെ ചെയ്യാവുന്ന കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. ആ മനുഷ്യൻ പറയുക, അതിൽ ഞാൻ തൃപ്തനാണ്. എത്ര പേർക്ക് പറയാൻ പറ്റുമോ അത്? 3 സെന്റ് സ്ഥലത്തിൽ ചെറിയൊരു വീട്, അതിൻ്റെ ഉള്ളിൽ വലിയ വിഭവസമൃദ്ധമായ ഒന്നുമില്ല. പക്ഷെ ആ മനുഷ്യൻ പറയുന്നു, പ്രായമുള്ള മനുഷ്യൻ 80 വയസ്സിനടുത്തുണ്ട്, ആ പ്രായത്തിലും ആ മനുഷ്യന്റെ സാക്ഷ്യം, എൻ്റെ ഭവനം വളരെ സന്തോഷത്തിലാണ് കഴിയുന്നത്, ഉള്ളതിൽ തൃപ്തി കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നു. അയൽവക്കക്കാരൻ്റെ വീട്ടിലെ സമ്പത്ത് നോക്കി നമ്മുടെ വീടിനെ വിലയിരുത്തരുത്. അയൽവക്കക്കാരൻ്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ട് സ്വന്തം ഭാര്യയെ വിലയിരുത്തരുത്. അയൽവക്കക്കാരുടെ മക്കളുടെ സാമർഥ്യം കണ്ട് നമ്മുടെ മക്കളെ വിലയിരുത്തരുത്. എനിക്ക് ലഭിക്കേണ്ടതാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കണം. അത് പോസിറ്റീവായിട്ട് നമ്മൾ കാണണം. ചിലപ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് അത്ര സൗന്ദര്യം കാണത്തില്ല, ഭർത്താവിന് അത്ര സൗന്ദര്യം, പക്ഷേ എനിക്ക് ജീവിതത്തിൽ യോജിച്ചതിനെയാ ദൈവം തന്നിരിക്കുന്നത് അല്ലേ. ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താ പറയുന്നത്? ദൈവം അവന് തുണയെ കൊടുത്തതല്ല, അവന് തക്ക തുണയെ കൊടുത്തു എന്നാ വായിക്കുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആപ്റ്റായിട്ടുള്ളതാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഏറ്റവും യോജിച്ചതിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയോ സൗന്ദര്യമുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ച പുരുഷന്മാരുണ്ട്, ആ സ്ത്രീയെ കൊണ്ട് യാതൊരു സമാധാനമില്ലാതെ ജീവിക്കുന്നത്. അതിനേക്കാൾ ഭേദം സൗന്ദര്യമില്ലാത്ത ഒരുത്തിയെ കല്യാണം കഴിച്ച് ജീവിക്കുകയല്ലായിരുന്നു. ഇപ്പൊ സൗന്ദര്യമൊന്നുമല്ല കാര്യം, സമ്പത്തല്ല കാര്യം. സമ്പത്തുള്ള എത്രയോ പേരുടെ വിവാഹ ജീവിതം താറുമാറായിരിക്കുന്നു. അപ്പൊ ഇതൊന്നുമല്ല കാര്യങ്ങൾ. ദൈവം തരുന്നതിൽ തൃപ്തിയോടെ ജീവിപ്പാൻ നമുക്ക് സാധിക്കുമ്പോൾ അവിടെ അനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് യാത്രയിൽ നമുക്ക് അനുഗ്രഹത്തോടെ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് തൃപ്തി, ദൈവം തരുന്നതിൽ തൃപ്തി. അത് മന്ന മാത്രമേ കാണത്തുള്ളൂ, പക്ഷെ ആ ദൈവം എനിക്ക് തന്നതാ. ഇച്ചിരി കഷ്ടപ്പാടാണെങ്കിലും അത് ഞാൻ കഴിച്ച് ജീവിക്കുക എന്നുള്ളതിൽ ഞാൻ തൃപ്തി കാണും. അതുകൊണ്ടാ കൽപ്പനകളിൽ അവസാനം പറയുന്നത് എന്താ?
അയൽക്കാരന്റെ യാതൊന്നിനെയും നീ മറ്റുള്ളവന്റെ കണ്ട് നീ മോഹിക്കരുത്. മോഹിച്ച വലിയ അപകടം, അത് മരണം ഉണ്ടാക്കും അല്ലെ. ആഖാൻ പണ്ട് കണ്ട് മോഹിച്ചാണല്ലോ യഹോവ പറഞ്ഞു എടുക്കരുതെന്ന് പറഞ്ഞതും ശപഥാർപ്പിതം എടുത്ത് അവൻ കൂടാരത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. സ്വർണവും വെള്ളിയും കണ്ട് മോഹിച്ചു പോയി, ഏറ്റവും പിടിച്ചു. എന്ത് പറ്റി? കൽക്കൂമ്പാരമായിട്ട് മാറിയില്ല, ആഖാന്റെ ഭവനം മുഴുവൻ നശിച്ചു പോയില്ലേ. അതുകൊണ്ട് ദൈവം തരുന്നതിൽ തൃപ്തി കണ്ടെത്തി ജീവിപ്പാൻ തക്കവണ്ണം സാധിക്കും, എങ്കിലേ ക്രിസ്തീയ ജീവിതം അനുഗ്രഹീതമാകുള്ളൂ. മൂന്നാമതും അവസാനത്തേതുമായിട്ടുള്ള ചിന്ത, അതിജീവനത്തിന്റെ പാഠം നമുക്ക് അനുഭവമാകണം. അതിജീവനത്തിന്റെ പാഠം നമുക്ക് അനുഭവമാകണം. ഒത്തിരി പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചു പഞ്ചസാരയുടെ ടേസ്റ്റ് എന്താ? മധുരം. ഉപ്പിന്റെ ടേസ്റ്റ് ഉപ്പ് അല്ലെ, ഉപ്പ് രസം പഠിച്ചു. പക്ഷെ അതെപ്പോഴാ അറിഞ്ഞത്? നമ്മുടെ നാവിന്മേൽ അത് തൊട്ടു നോക്കിയപ്പോൾ പഞ്ചസാര മധുരമുള്ളതെന്ന് നമ്മൾ അനുഭവിച്ചു, ഉപ്പ് രസമുള്ളതാണെന്ന് ഉപ്പ് രസം എന്താണെന്ന് നമ്മൾ അനുഭവിച്ചു. പഠിച്ചതിൽ മാത്രം നിൽക്കുക, അനുഭവിച്ചില്ലെങ്കിലോ ഒന്നും അറിയത്തില്ല, ഒരിക്കലും അറിയത്തില്ല. പഠനത്തിൽ നമ്മൾ സമർത്ഥരായിട്ടിരിക്കും. ഉപ്പാണെന്നും ഉപ്പിന് ഉപ്പ് രസമാണെന്നും പഞ്ചസാരയ്ക്ക് മധുരമാണെന്നും മാത്രം പഠിക്കത്തുള്ളൂ, അത് അനുഭവിച്ചറിഞ്ഞിട്ടില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാഠങ്ങൾ അനുഭവമായിട്ടില്ല എന്നുള്ള സത്യം. പലതും, പല സംഭവങ്ങളും, പല യാഥാർത്ഥ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പാഠമായിട്ട് നിൽക്കുകയാ, അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ നല്ലവനെന്ന് എങ്ങനെ അറിയണമെന്ന് പറയുന്നത്? രുചിച്ചറിയണം. ഈ ഇസ്രായേൽ മക്കൾ വിമോചനത്തിന്റെ യാത്രയിലായിരുന്നിട്ടും അവരുടെ ജീവിതത്തിൽ വന്ന പലതും അവർക്ക് പാഠങ്ങളായിട്ട് മുമ്പിലുണ്ടെങ്കിലും അത് അവർക്ക് അനുഭവവേദ്യമായിട്ടില്ല എന്നുള്ളതാ സത്യം. അനുഭവവേദ്യമാകണം എന്ത് വേണം? ഈ കഷ്ടപ്പാട് വേണം കേട്ടോ. നമ്മൾ പറഞ്ഞതുപോലെ കഷ്ടപ്പാടുണ്ടെങ്കിലേ പാഠങ്ങൾ അനുഭവമാകുകയുള്ളൂ. പത്രോസിന്റെ ജീവിതത്തിൽ ഒത്തിരി പാഠങ്ങളുണ്ട് അല്ലെ. പത്രോസിന്റെ ജീവിതത്തിലെ പാഠങ്ങൾ എന്താ? കർത്താവ് കടലിലൂടെ നടന്നു വരുന്നതുണ്ട്, കാറ്റിലും കോളിലും പെട്ട് പടക് തകർന്നു പോകുന്ന സന്ദർഭത്തിൽ കർത്താവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന പാഠങ്ങളൊക്കെ അവന്റെ മുമ്പിലുണ്ടെങ്കിലും കർത്താവ് പിടിക്കപ്പെട്ടപ്പോൾ അവന്റെ പാഠങ്ങൾ അവനെ സഹായിക്കുന്നില്ല. അവിടെയാണ് അവൻ തള്ളിപ്പറയുന്നത്. പാഠങ്ങൾ അനുഭവമാകുന്നില്ലെങ്കിൽ തള്ളിപ്പറച്ചിലുകൾ ധാരാളം ഉണ്ടാകും. കോഴി 2 വട്ടം കൂന്നു വരുമ്പോൾ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. അവന്റെ ജീവിതത്തിൽ ഒത്തിരി പാഠങ്ങളുണ്ട്. ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ജീവിച്ചത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ ക്രിസ്തു അവനെ ഒത്തിരി പാഠങ്ങൾ പഠിപ്പിച്ചു. പക്ഷെ പാഠങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കാഞ്ഞത് കൊണ്ട് കർത്താവിന് എന്ത് ചെയ്തു? നിന്നെ ഞാൻ എന്തുമാത്രം പഠിപ്പിച്ചതാ പത്രോസേ, നിന്നെ ഞാൻ എന്തുമാത്രം ഉപമകളാൽ പഠിപ്പിച്ചു. നീയൊക്കെ മുക്കുവരായിരുന്നുകൊണ്ട് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ളത് കൊണ്ട് ഉപമകളാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, പലതും ഞാൻ നിങ്ങളെ ചെയ്ത് കാണിച്ചു, എന്നിട്ടും നീ പഠിച്ചില്ലല്ലോ, അനുഭവിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചാണ് കർത്താവ് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് പത്രോസിന് ഓർമ്മ, പാഠങ്ങൾ ഞാൻ അനുഭവമാക്കിയില്ല. അവൻ പുറത്തുപോയി, പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. പാഠങ്ങൾ നമുക്ക് അനുഭവമാകണം. ഇസ്രായേൽ മക്കൾ അവരുടെ പാഠം കിടക്കുന്നത് എപ്പോഴും എവിടെയാ? അവരുടെ ജീവിതത്തിൽ ചെങ്കടൽ വിഭാഗിച്ചു കൊടുത്തതോ, ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ചതോ, മന്ന കൊടുത്തതോ ഒന്നും അവർ പാഠമായിട്ട് പോലും എടുത്തിട്ടില്ല. അവരുടെ പാഠം മുഴുവനും കിടക്കുന്നത് എവിടെ? അവർ പഠിച്ചിട്ടുള്ളത് മുഴുവനും മിസ്രൈമിലെ ഇറച്ചിക്കലങ്ങളും മിസ്രൈമിൽ അവർക്ക് സൗജന്യമായി കിട്ടിയതുമൊക്കെയാണ്. അതുകൊണ്ട് പാഠങ്ങൾ നമുക്ക് അനുഭവമാകണം. അനുഭവമാകത്തിന്റെ കാര്യം എന്താണെന്നറിയാമോ? പാഠങ്ങൾ അനുഭവമാകത്തിന്റെ കാരണം നാം ഇന്നും പരീക്ഷണത്തിലാണ് അല്ലേ. നമ്മൾ എക്സ്പെരിമെന്റിലാണ്, എക്സ്പീരിയൻസിലായിട്ടില്ല എന്നുള്ള സത്യം. ദൈവത്തെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ട്, ദൈവത്തെ ഒരിക്കലും എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടെത്താൻ പറ്റത്തില്ല. ഈ കഴിഞ്ഞ ദിവസം TV കണ്ടതാ, മുസ്ലിങ്ങളുടെ ഒരു മതപ്രഭാഷണത്തിൽ ഒരു പണ്ഡിതന്റെ പ്രസംഗം. അദ്ദേഹം പറയുന്നു, മഹാപണ്ഡിതനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ഭവനത്തിൽ ചെന്നു, അദ്ദേഹത്തിന് കഴിക്കുവാൻ ഓറഞ്ച് കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് അടുത്തു നിന്ന് ഒരു കുട്ടിയെ വിളിച്ചിട്ട് ഈ മഹാപണ്ഡിതനായ മനുഷ്യൻ പറഞ്ഞു, മോനെ ഇതെന്താണെന്ന് നിനക്കറിയാമോ? ആ കുട്ടി പറഞ്ഞു, ഇത് ഓറഞ്ച്. ഇതിന്റെ നിറം എന്താണെന്നറിയാമോ? അതിന്റെ കളർ പറഞ്ഞു. ഇങ്ങനെ പല ചോദ്യങ്ങൾ ഈ ഓറഞ്ചുമായി ബന്ധപ്പെട്ട ഈ മഹാപണ്ഡിതനായ മനുഷ്യൻ
ഈ ബാലനോട് ചോദിച്ചു. അപ്പം ബാലൻ തിരിച്ച് ഈ പണ്ഡിതനോട് അവന്റെ ചെറിയ സംശയങ്ങൾ ചോദിച്ചു. ഒന്നാമത് ചോദിച്ചു, ഈ ഓറഞ്ചിൽ എത്ര വിത്തുകളുണ്ട്, എത്ര അരികളുണ്ട്? അപ്പൊ പണ്ഡിതനായ മനുഷ്യൻ പറഞ്ഞു, അതിന് വലിയ പ്രയാസമൊന്നുമില്ല. നീ ഈ ഓറഞ്ചിന്റെ തൊലി പൊളിച്ച് ആ ഓറഞ്ചിന്റെ ഓരോ അല്ലിയും തിന്നുമ്പോൾ നിനക്ക് ഓരോ കുരു കിട്ടും. നീ അത് സൂക്ഷിച്ചു വെച്ച് എണ്ണിക്കഴിഞ്ഞാൽ അത് എത്ര വിത്തുണ്ടെന്ന് നിനക്ക് പറയാൻ പറ്റും. അപ്പം മഹാപണ്ഡിതനായ മനുഷ്യൻ ഇങ്ങനെ ചോദ്യങ്ങൾ കേൾക്കാൻ തക്കവണ്ണം തയ്യാറായിട്ടിരിക്കുക. ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു. രണ്ടാമത് ഈ പയ്യൻ ചോദിച്ചു, ഈ വിത്തിൽ എത്ര തൈകളുണ്ട്? അപ്പോൾ ഈ പണ്ഡിതനായ മനുഷ്യൻ പറഞ്ഞു, ഈ വിത്തിന്റെ എണ്ണത്തിനനുസരിച്ച് ഇതിനകത്ത് ആ ഓറഞ്ച് വൃക്ഷത്തിന്റെ തൈകളുണ്ട്. അടുത്ത ചോദ്യം ഈ ബാലൻ ചോദിക്കുന്നു, ആ ഓറഞ്ച് വൃക്ഷങ്ങളിൽ എത്ര ഫലമുണ്ടെന്ന് പറയാമോ? ആ പണ്ഡിതൻ തന്റെ തോൽവി സമ്മതിക്കുകയാണ്. ഓറഞ്ചിന് നിറം പറയാം, ഓറഞ്ചിന്റെ ആകൃതി പറയാം, ഓറഞ്ചിലുള്ള എത്ര വിത്തുകളുണ്ടെന്ന് പറയാം, ആ ഓറഞ്ചിന്റെ വിത്തുകളിൽ എത്ര വൃക്ഷങ്ങളുണ്ടെന്ന് പറയാം. പക്ഷേ ആ വൃക്ഷങ്ങളിൽ എത്ര ഫലമുണ്ടാകുമെന്നുള്ളത് പറയാൻ പണ്ഡിതന് സാധിച്ചില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ പരീക്ഷിച്ചൊരിക്കലും അറിയാൻ പറ്റത്തില്ല. ദൈവം ഗണിക്കാവുന്നതിലും ചിന്തിക്കാവുന്നതിലും ഒക്കെ അപ്പുറമാണ്. നമ്മൾ പിന്നെ ചില പരിമിതമായ വാക്കുകളിൽ ദൈവത്തെ ഒതുക്കി നിർത്താനുള്ള ചില ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. വർണ്ണിക്കുവാൻ പാടില്ലാത്തവനാ. അതുകൊണ്ടല്ലേ പിതാക്കന്മാർ പ്രമേയരുടെ നെഗറ്റീവായിട്ട് സുഗ്രാഹ്യമല്ലാത്തവനും ഗ്രഹിക്കുവാൻ പാടില്ലാത്തവനും അവർണ്ണനീയനും ഒക്കെ ദൈവത്തെക്കുറിച്ച് നെഗറ്റീവായിട്ടാണ് പറയുക. കാരണം ദൈവത്തെക്കുറിച്ച് പറയുവാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യരോട് ചോദിച്ചു, ദൈവം എന്തിയെ? നേതി നേതി, അതാണോ അറിയത്തില്ല, ഇതാണോ അറിയത്തില്ല. മഹാപണ്ഡിതരായ മനുഷ്യൻ അങ്ങനെ. അതുകൊണ്ട് ദൈവത്തെ പരീക്ഷിച്ചൊരിക്കലും അറിയാൻ പറ്റില്ല, പക്ഷേ ദൈവത്തെ അനുഭവിച്ചറിയാം. അതുകൊണ്ട് ദൈവത്തെ പഠിച്ചാൽ പോരാ, ദൈവത്തെ നമ്മൾ അനുഭവിക്കണം. അതുകൊണ്ട് ഈ യാത്ര, ഇസ്രായേൽ മക്കളുടെ ഈ യാത്രയിൽ അവർക്ക് മിസ്രൈമിലെ പാഠങ്ങൾ അവർക്ക് അനുഭവമാകുന്നില്ല. വിമോചനത്തിന്റെ പാഠങ്ങൾ അവർക്ക് അനുഭവമാകുന്നില്ല. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി താരുതിനും ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്നയല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറയുകയാണ്. യാത്രയുടെ ലക്ഷ്യമറിയണം, ദൈവം തരുന്നതിൽ തൃപ്തി കണ്ടെത്തണം. മൂന്നാമതായിട്ട് പാഠങ്ങൾ, അതിജീവനത്തിന്റെ പാഠങ്ങൾ നമുക്ക് അനുഭവമാകണം. യോനയുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായോ എന്ന് ചോദിച്ചാൽ വലിയ മാറ്റമുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മീനിനുള്ളിൽ കുറച്ചു ദിവസം കഴിഞ്ഞെങ്കിലും നിനുവാക്കാരുടെ അടുക്കൽ പ്രസംഗിക്കാനുള്ള ഒരു മാറ്റം ഉണ്ടായെങ്കിലും നിനുവാക്കാർ രക്ഷപ്പെടണമെന്നുള്ള അവന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? മാറ്റമില്ല എന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണല്ലോ ദൂരെ മാറിയിരുന്ന് അവരുടെ നാശം കാണാൻ വേണ്ടിയാ ആവണക്കിന്റെ ചുവട്ടിൽ പോയിരിക്കുന്നതും ദൈവം ചോദിക്കുന്നത്, ആ ജനത്തെക്കുറിച്ച് എനിക്ക് കരുതലില്ലയോ എന്ന് ചോദിക്കുന്നത്. പക്ഷെ ജനത്തിന് മാറ്റമുണ്ടായി. അതുകൊണ്ട് യോനയിലുള്ള മാറ്റത്തെക്കാൾ നമ്മളിൽ ഉണ്ടാകേണ്ടത് നിനുവായിലുള്ള രാജാവിലും അവന്റെ പ്രജകളിലും അവിടെയുള്ള മൃഗങ്ങളിലുമൊക്കെ ഉണ്ടായ മാറ്റമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരാ. ജീവിതത്തെ ഒന്ന് മാറ്റാൻ, ദൈവം തരുന്ന തൃപ്തി കണ്ടെത്തുവാൻ തക്കവണ്ണം ജീവിത ശൈലികളെ ഒന്ന് മാറ്റുവാൻ, പാഠങ്ങൾ, അതിജീവനത്തിന്റെ പാഠങ്ങൾ നമുക്ക് അനുഭവവേദ്യമാകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.